So, Want to Talk Star and Success Award 2025-ന്റെ ലോഞ്ചിങ് സെറമണിയിലേക്കാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. താരങ്ങളെയും താരവിജയങ്ങളെയും ആഘോഷമാക്കി ചെയ്യുന്ന ഒരു അടിപൊളി നൈറ്റിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. സോ അംഗീകാരങ്ങൾക്ക് ഒരു പുതിയ തിരശീല ഉയരുകയാണ് ഇന്ന് ഇവിടെ ഈ ലോഞ്ചിങ് സെറമണിയിലൂടെ. ഒരു വലിയ ആഘോഷത്തിന് ആദ്യ മുറുക്കം കുറിക്കുവാൻ തുടങ്ങുമ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടും നിറഞ്ഞ സന്തോഷത്തോടും കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. So on behalf of Want to Talks, I would like to welcome each and every one of you to be gathered here. ഏറ്റവും സ്നേഹത്തോട് കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നുണ്ട്. നമുക്ക് കൈയടിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ, അപ്പൊ നമ്മൾ തന്നെ കൈയടിക്കണം അല്ലെ? അപ്പൊ എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയടി സമ്മാനിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായി നമ്മൾ ഇവിടെ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി വേദിയിലേക്ക് ഒത്തിരി ബഹുമാനത്തോടു കൂടി തന്നെ ഒരു ഷോ നടക്കണമെങ്കിൽ തീർച്ചയായും അതിനൊരു ഷോ ഡയറക്ടർ ഉണ്ടാവും. മലയാള സിനിമയിലും ടെലിവിഷൻ രംഗത്തും എല്ലാം പ്രേക്ഷകർക്ക് ഒരുപോലെ സുപരിചിതനായ, അതുപോലെ തന്നെ വേദിയിലെത്തുമ്പോൾ ചിരി പടർത്തുകയും ചെയ്യുന്ന ഏത് മലയാളം ഷോ എടുത്തു നോക്കിയാലും അതിന്റെ അമരക്കാരനായിട്ട് അതിന്റെ മുൻപിൽ നിന്ന് ചുക്കാൻ പിടിക്കുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ ബഹുമാന്യനായ ശ്രീ ഇടവേള ബാബു, അദ്ദേഹത്തെ നിറഞ്ഞൊരു കൈയടിയോടുകൂടെ തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. I would like to welcome Mr. ഇടവേള ബാബു on stage. ഇടവേള ബാബു ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. And he is the show director. And അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ആദ്യമൊക്കെ വില്ലൻ കഥാപാത്രങ്ങളിലൂടെ കടന്നു വന്ന് പിന്നീട് വ്യത്യസ്തങ്ങളായ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച് സ്വന്തമായ ഒരു സാന്നിധ്യം മലയാള സിനിമയിൽ ഉറപ്പിച്ച ഏറ്റവും പ്രിയപ്പെട്ട പ്രശസ്ത നടൻ, ഡയറക്ടർ, ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ശ്രീ ബാബുരാജ് സർ. ഇത്തിരി സ്നേഹത്തോട് കൂടി തന്നെ ശ്രീ ബാബുരാജിനെ വേദിയിലേക്ക് നല്ലൊരു കൈഡിയോട് കൂടി തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മളുടെ ഈ ഒരു സ്റ്റാർ ആൻഡ് സക്സസ് അവാർഡ് 2025-ന് ഒരു ജൂറി പാനൽ, നമുക്കറിയാം ഏത് അവാർഡ്സ് എടുക്കുമ്പോഴും ഒരു ജൂറി പാനൽ എന്ന് പറയുന്നത് അവിഭാജ്യമായ ഘടകം തന്നെയാണ്. സോ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു അവാർഡ് ലോഞ്ചിങ് സെറമണിയിലേക്ക് കടക്കുമ്പോൾ ജൂറി മെമ്പേഴ്സ് ആയിട്ടുള്ള 4 പേരാണ്. ജൂറി പാനൽസിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ശ്രീ സോഹൻ സിനുലാൽ, ശ്രീ സംഗീത്, ശ്രീ മെക്കാർട്ടിൻ സർ, ശ്രീ ജിബു ജേക്കബ്, ഇവര് 4 പേരുമാണ്. ആൻഡ് ഇന്ന് ഇവിടെ ഈ ലോഞ്ചിങ് സെറമണിയിലേക്ക് തന്റേതായിട്ടുള്ള സാന്നിധ്യം കൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്നത് 2 ജൂറീസ് ആണ്. ഇപ്പൊ വേദിയിലേക്ക് ആദ്യം സ്വാഗതം ചെയ്യുന്നു. സ്വാഭാവികമായ അഭിനയത്തിലൂടെയും വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയ നടനും സംവിധായകനുമായി തന്റെ കഴിവ് തെളിയിച്ച പ്രശസ്ത കലാകാരൻ ശ്രീ സോഹൻ സിനുലാൽ. നല്ലൊരു കൈയടിയോട് കൂടെ നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ജൂറി പാനലിലെ അംഗത്തിൽ തന്നെയാണ്. മലയാള സിനിമയിൽ ദൃശ്യഭാഷയ്ക്ക് പ്രത്യേക തിളക്കം നൽകി സിനിമോട്ടോഗ്രാഫറായി തുടക്കം കുറിച്ച് പിന്നീട് സംവിധായകനായി തന്റെ കഴിവ് തെളിയിച്ച പ്രശസ്ത ചലച്ചിത്ര പ്രവർത്തകൻ, ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ ജിബു ജേക്കബ്. നല്ലൊരു കൈഡി സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സോ നമ്മളുടെ എത്തിച്ചേരാത്ത 2 ജൂറീസ് ഉണ്ട്, അവരെ വേദിയിൽ സ്പെഷ്യലി മെൻഷൻ ചെയ്യുകയാണ്. ആൻഡ് Want to Talksന്റെ അമരക്കാരനെയാണ് അടുത്തതായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു പ്രത്യേക ഇൻട്രൊഡക്ഷന്റെ ഒന്നും ആവശ്യമില്ല. അവതരണത്തിലൂടെയാണെങ്കിലും എല്ലാ കാര്യങ്ങളിലൂടെയും പ്രേക്ഷകരെ കയ്യിലെടുക്കുന്നത് വൺ ആൻഡ് ഓൺലി നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഹൈദർ അലിയെ വേദിയിലേക്ക് നല്ലൊരു കൈഡിയോട് കൊടുത്തതിനെ സ്വാഗതം ചെയ്യുകയാണ്. So once again, officially Want to Talk Star and Success Award 2025 launching ഇവന്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മളുടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ അതിഥികൾക്കും ഒഫീഷ്യലി സ്വാഗതം ആശംസിക്കുന്നതിനും എന്താണ് ഇന്നിവിടെ നടക്കുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന വ്യക്തമായൊരു ധാരണ നമുക്ക് നൽകുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ ഞാൻ അലീഖയെ ആദ്യം സ്വാഗതം ചെയ്യുകയാണ്. ഫോർ ദ വെൽക്കം സ്പീച്ച് ആൻഡ് ഇൻട്രൊഡക്ഷൻ. അലീഖ പാടുന്നുണ്ട്. നമസ്കാരം. വളരെ ഒരു സ്വപ്ന പദ്ധതിക്കാണ് ഞങ്ങൾ ഇന്നിവിടെ ആരംഭിക്കുന്നത്. എൻ്റെ ഒരു യാത്ര 25 വർഷം പൂർത്തീകരിക്കുന്നു മീഡിയ രംഗത്ത്. ഇന്ത്യ വിഷനിൽ നിന്നും ജീവിതം ആരംഭിച്ച് ഇപ്പോൾ Want to Talksൽ എത്തി നിൽക്കുന്ന ഒരു ജീവിതമാണ്. ഇന്ത്യ വിഷനിൽ ക്യാമറമാനായി തൊടുപുഴയിൽ നിന്നും തുടങ്ങി തൊടുപുഴയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരൻ ഈ പുഷ്പയെ ഓർത്തുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങുന്നത്. കാരണം ഞങ്ങൾ ഒരുമിച്ചാണ് തൊടുപുഴയിൽ ETV എന്നൊരു സംരംഭം തുടങ്ങി.
പിന്നീട് ഇന്ത്യ വിഷനിൽ 2003 ക്യാമറാമാനായി, പിന്നീട് സൂര്യ TV-യിലും റിപ്പോർട്ടിലും പ്രവർത്തിച്ച് ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ സ്വപ്നമായ വണ്ടു ടോക്സിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഒരു അവാർഡിനെ കുറിച്ച് ആദ്യം ഞാനുമായിട്ട് സംസാരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബാബുരാജ് ചേട്ടനായിരുന്നു. കാരണം അമ്മയുമായിട്ട് അത്ര ബന്ധത്തിൽ കുടുംബസംഗമൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു അവാർഡ് ഷോ നിങ്ങൾക്ക് നടത്തിക്കൂടെ എന്ന് എന്നോട് ചോദിച്ചിരുന്നു. പിന്നീട് അത് ഇത്രയും വളർന്ന് ഇവിടെ എത്തി നിൽക്കുകയാണ്. നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്ത് ഏറ്റവും നമ്പർ 1 ആയി നിൽക്കുന്ന ഒപ്ര ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെയാണ് നമ്മുടെ തുടക്കം. എന്നോടൊപ്പം എനിക്കെന്നും ബലമായി അവർക്കെന്നും ബലമായി നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട 3 സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവരെ ഒന്ന് ഷെയറിലേക്ക് ഇപ്പോൾ ക്ഷണിക്കുകയാണ്. അവരെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പ്രിയപ്പെട്ട ഉസ്മാൻ, ജയൻ, അഖിൽ, ഈ 3 പേരെയും ഞാനൊന്ന് ഷെയറിലേക്ക് ക്ഷണിക്കാം. നിങ്ങളൊന്ന് കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ ക്ഷണിക്കുന്നത്. ഇവർ തുടങ്ങി വെച്ച ഒരു സ്വപ്നമായിരുന്നു ഒപ്ര എന്ന് പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗം. ഇവിടെ നിന്നുമാണ് ഞാൻ 2 വർഷം മുമ്പ് അവിടെ എത്തി. പിന്നീട് ഒരു ചാനൽ എന്നൊരു സ്വപ്നത്തിലേക്ക് ഞങ്ങൾ മാറിയത്. അങ്ങനെ നമ്മളൊരു ചാനൽ വണ്ടു ടോക്സ് എന്നൊരു ചാനൽ നമ്മൾ ആരംഭിക്കുകയും അതിന്റെ ഒരു അവാർഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോഗ്രാമിലേക്കാണ് നിങ്ങൾ വിളിച്ചത്. എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് സംസാരിക്കുന്നത് ബാബുചേട്ടൻ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഇടവേള ബാബുചേട്ടനിലേക്ക് നമ്മൾ എത്തി. അത് കഴിഞ്ഞ് പ്രിയപ്പെട്ട ലാലേട്ടനിലേക്ക് ഞാൻ എത്തി. ലാലേട്ടനടുത്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ലാലേട്ട, ഞങ്ങളൊരു ഷോ നടത്തുകയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ലാലേട്ടൻ എന്നോട് പറഞ്ഞത്, എന്തായാലും കാര്യങ്ങൾ ഭംഗിയായി നടത്തട്ടെ, പ്രാർത്ഥന ഉണ്ടാകും. ഇന്നും ഞാൻ മെസ്സേജ് അയച്ചു, പ്രാർത്ഥന ഉണ്ടാകും, ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് എനിക്ക് ലാലേട്ടൻ തന്നെ ഒരു ഉറപ്പ്. അതാണ് എന്നെ ഇതിലേക്ക് ഇവിടെ വരെ എത്തിച്ചത്. അനിൽ ചേട്ടൻ തന്ന ഉറപ്പാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മമ്മൂക്കാനെയും നമ്മൾ കാണാൻ തീരുമാനിച്ചിട്ട് മമ്മൂക്കാനെ അടുത്ത ദിവസം കണ്ട് നമ്മൾ ഇത് പ്രോഗ്രാമിലേക്ക് പോകുന്നുള്ളൂ. നമ്മളെല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടൊരു പ്രോഗ്രാമാണ് ഇത് ചെയ്യാൻ തീരുമാനിച്ചത്. ഇന്ന് ഇതുമായി അതിനുശേഷമായിരുന്നു ഞങ്ങളുടെ ഓഫീസിലിരുന്ന് ആലോചിച്ച് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളെ സതീഷും വർക്കിയും ഇവർ 2 പേരും ഞങ്ങളോടൊപ്പം നിന്ന് യാത്ര ചെയ്താണ് ഇതിനൊരു തുടക്കം കുറിക്കുന്നത്. പിന്നീട് സോഹനിലേക്ക് നമ്മൾ എത്തുന്നു. സോഹനിലേക്ക് പറഞ്ഞ നമ്മളിങ്ങനെ നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയിലേക്ക് കൂടെ നിൽക്കണം. അതിനുശേഷം സോഹൻ ജൂറി അംഗങ്ങളെ എല്ലാം കണ്ടെത്തി. സിനിമയിൽ നിന്നും കഴിഞ്ഞ 2025-ൽ 184 സിനിമകളാണ് റിലീസ് ചെയ്തത്. അതിൽ നിന്നും ജൂറി അംഗങ്ങൾ തെരഞ്ഞെടുത്ത സിനിമകളാണ് ഇവിടെ മത്സരിക്കുന്നത്. അത് ജൂറി അംഗങ്ങൾ തന്നെ പറയും. അതിനുശേഷം ഈ പരിപാടി എല്ലാം ആസൂത്രണം ചെയ്തു. ഞാൻ പിന്നീട് എത്തുന്നത് നാദിർഷാക്കയുടെ അടുത്തും ടിനി ടോമിയുടെ അടുത്തും നമ്മുടെ കൈലാഷിന്റെ അടുത്തുമൊക്കെയാണ് ഞാൻ ഇതേക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഇവരൊക്കെയാണ് എൻ്റെ ഒരു വളർച്ചയിൽ സന്തോഷിക്കുന്നതും എനിക്കൊരു വീഴ്ച ഉണ്ടായാൽ കൈപിടിച്ച് ഉയർത്തുന്നതും ഇവരൊക്കെയാണ്. ആ സുഹൃത്തുക്കൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അപ്പൊ ഇവരൊക്കെ ഒരു സാന്നിധ്യം എനിക്ക് വേണമെന്ന് നിർബന്ധമായി പറഞ്ഞു. എന്ത് തിരക്കുണ്ടെങ്കിലും പറയാം. കാരണം അമ്മയുടെ കുടുംബസംഗമം നടക്കുന്ന ഒരു വേദിയിൽ നിന്നാണ്, അതിന്റെ റിഹേഴ്സൽ ക്യാമ്പിൽ നിന്നാണ് വരുന്നത്. അതിനുശേഷം ഞാൻ സമതനെ വിളിക്കുന്നു, സുധീറിനെ വിളിക്കുന്നു. എനിക്ക് വേണ്ടപ്പെട്ട കുറെ താരങ്ങൾ പ്രിയങ്കയും ഗീതയും നിയയും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. കുറെ പേര് വരാൻ കഴിഞ്ഞിട്ടില്ല. അവർ പറയുന്നത് വെയിറ്റ് ചെയ്യുക, നമ്മുടെ ഒരു ഷിപ്പിലാണ്. ഷിപ്പ് എടുക്കുന്ന സമയം ബ്ലോക്കിൽപ്പെട്ട ആളുകൾ വരെ എന്നെ വിളിച്ചു. പക്ഷെ നമുക്ക് എടുക്കേണ്ട ഒരു സമയമുണ്ടായിരുന്നു. അങ്ങനെ ഇവരെ എല്ലാം കണ്ടതിന് ശേഷമാണ് ഇത്തരം ഒരു പ്രോഗ്രാമിലേക്ക് എത്തിയത്. പിന്നെ എന്നെ എപ്പോഴും എൻ്റെ കൂടെ എന്തിനും കട്ടക്ക് നിൽക്കുന്ന എൻ്റെ മീഡിയ സുഹൃത്തുക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട മീഡിയ സുഹൃത്തുക്കൾ. കാരണം ഞാൻ ഇതൊന്ന് വരണമെന്ന് അവരോട് പറയുമ്പോൾ അവർ പറഞ്ഞു, എന്താണ് എന്ത് പരിപാടി വേണ്ടി മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ വരും. ആ മീഡിയ സുഹൃത്തുക്കളുടെ എന്നെ പോലെ തന്നെ വളർന്നു വരുന്നവരാണ് ഇവര്. ആ വളർച്ചയിൽ ഇവർക്ക് എന്തൊരു പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ഒരു ക്ഷണത്തിന്റെ ഒരു പേരിൽ ഈ മീഡിയ സുഹൃത്തുക്കളത്തെ അവരെയും ഞാൻ ഒരിക്കലും ഓർക്കാതിരിക്കില്ല. പിന്നെ എൻ്റെ ഭാര്യയും മോളും ഇവിടെ ഉണ്ട്. എൻ്റെ എന്ത് പ്രോഗ്രാമും സ്പോൺസർഷിപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ എന്നും താങ്ങായി നിൽക്കുന്ന മൈജി ആണ് നമ്മുടെ ഷോയുടെ ഒരു സ്പോൺസർ. അതോടൊപ്പം തന്നെ എനിക്കെന്നും ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് ഒന്ന് കോൾ ചെയ്താൽ ഡി ഗ്രൂപ്പിലെ ഡാർവിൻ ചേട്ടൻ നമ്മുടെ പ്രോഗ്രാമിന്റെ സ്പോൺസറാണ്. അതോടൊപ്പം തന്നെയാണ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഈ ഷിപ്പ് നമുക്കറിയാലോ, ഷിബായിനെ വിളിച്ച് ഞാൻ പറഞ്ഞു നമുക്കൊരു പ്രോഗ്രാം നടത്തണം, എങ്ങനെയാണെന്ന് ചോദിച്ചു. എന്നോടൊന്നും പറഞ്ഞില്ല. എന്നാണ് ഡേറ്റ്, ആ ഡേറ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്ത് തരണം എനിക്ക്. ഞാൻ പറഞ്ഞു ഇതാണ് ഡേറ്റ്. അപ്പം ഇന്നൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അവർ അത് ക്യാൻസൽ ചെയ്തേക്കാം. ഹൈദരലിയുടെ ഒരു വളർച്ചയ്ക്ക് ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് ഈ ഷിപ്പും നമ്മുടെ പൊന്നിക്കരയിൽ പോയി ഫുഡ് കഴിക്കാത്ത ആരുമില്ല.
ഫുഡും എല്ലാം നമ്മളോടൊപ്പം സഹകരിച്ച അവരെ ഓർക്കായിരിക്കുമല്ല, അവിടെ എത്തിച്ച എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് ഷാനവാസാണ്. മാധ്യമത്തിൽ ഉണ്ടായിരുന്ന ഒരു ബന്ധമാണ്. ഷാനുവാണ് എന്നെ അവിടെ എത്തിക്കുന്നത്. അങ്ങനെ കുറെ പേര് ഓർത്തെടുക്കാതെ എനിക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അത്രയും പേര് ഓർത്തെടുത്തത്. എന്തായാലും എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ എത്തുകയാണ്. ഈ പറഞ്ഞതുപോലെ വൺ ടു ടോക്സിന്റെ ഒരു അവാർഡ് ഫംഗ്ഷൻ അത് നടത്തേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആളുകൾ പറയും, നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ പറയും. അതിലേക്ക് എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ ഷോ ഡയറക്ടർ ഇടവേള ബാബു ചേട്ടന് ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട എക്കാലവും എൻ്റെ സുഹൃത്തായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ബാബുരാജ് ചേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജൂറി അംഗങ്ങൾ നേരത്തെ പറഞ്ഞ രണ്ടുപേരും എത്താൻ കഴിയില്ല. ഇവിടെ എത്തിയിരിക്കുന്ന സോഹനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ജിം ചേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട ടിനി ഞാൻ ഈ സദസ്സിൽ നിന്നും വേദിയിലേക്ക് വിളിക്കുന്നുണ്ട്, ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നാദൃഷകാരനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൈലാഷിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സമതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സുധീറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ക്ഷണം സ്വീകരിച്ചു വന്ന ഗീതയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്നും എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നവീൻ, എൻ്റെ ഇവന്റുമായി ബന്ധപ്പെട്ട് ഒരു ഫോൺ ചെയ്താൽ ഓടിയെത്തുന്ന നവീനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ അപ്പുവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ മീഡിയ സുഹൃത്തുക്കളെ എല്ലാവരെയും ഒരുമിച്ച് ഇനി ആരെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ ഒന്നും വിചാരിക്കല്ല. എൻ്റെ PR-മാര് ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ അപ്പോൾ വിളിക്കും, ഇക്ക ഫ്രീ ആണോ, ഇന്ന് നമുക്കൊരു ഷൂട്ടുണ്ട്, വരാമെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നല്ല നാളെ, ആ നാളത്തേക്ക് ഡേറ്റ് വരെ മാറ്റി തരുന്ന എൻ്റെ PR-മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സിനിമയുടെ PR-മാർ ഇവിടെ എത്തണം. അവരെയും എല്ലാവരെയും മീഡിയാസിനെയും എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അലിക്ക, താങ്ക് യു വെരി മച്ച്. അടുത്തതായി നമ്മളുടെ ഷോ ഡയറക്ടർ ഏറ്റവും പ്രിയപ്പെട്ട ഇടവേള ബാബു ചേട്ടൻ, അദ്ദേഹം ഇപ്പോൾ നമ്മളോട് സംസാരിക്കാനായിട്ട് പോവുകയാണ്. നമസ്കാരം. ഇരുന്ന് സംസാരിച്ച എൻ്റെ സിനിമാ കുടുംബാംഗങ്ങളെ, മാധ്യമ സുഹൃത്തുക്കളെ, ഒരുപക്ഷെ ഇങ്ങനൊരു പത്രസമ്മേളനം എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ്. കാരണം നമ്മൾ വൺ ടു ടോക്സിൻ്റെ ഈ ഫിലിം അവാർഡിൻ്റെ ചിന്തകളിൽ തന്നെ എല്ലാം വ്യത്യസ്തമായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും പുതുമ കൊണ്ടുവരണം എന്ന് നമ്മൾ ആദ്യമേ ചർച്ചയിൽ ഹൈദരാലിയുമായിട്ടൊരു ധാരണയിലുണ്ടായിരുന്നു. അപ്പോൾ പത്രസമ്മേളനത്തിൽ നിന്ന് തന്നെ നമുക്ക് ആ പുതുമ തുടങ്ങാം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ചിന്തയുണ്ടായത്. ഏതായാലും ഇങ്ങനൊരു ചിന്ത പ്രായോഗികമാക്കാൻ കഴിഞ്ഞതിനും ഇത്രയും ഭംഗിയായിട്ട് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഒത്തുചേരാനും ഒരു സായാഹ്നം ഇത്രയും മനോഹരമായി നമുക്ക് ഒത്തുകൂടാൻ കഴിഞ്ഞതിന് ആദ്യം ജഗദീശനോട് നന്ദി പറയാം, പിന്നെ നമുക്ക് ഹൈദരാലിയോട് നന്ദി പറയാം. എന്തായാലും കേരളത്തിൽ ഒരു വർഷം 8 മുതൽ 10 ഫിലിം അവാർഡുകൾ വരെ ഉണ്ടായിരുന്ന കൊല്ലമുണ്ട്. ഞാനൊരു കൊല്ലം 8 ഫിലിം അവാർഡ് ഡയറക്റ്റ് ചെയ്ത സമയമുണ്ടായിരുന്നു. കോവിഡിന് ശേഷം ഒന്നും നടന്നിരുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് മഴവിൽ മനോരമയുടെയും വനിതയുടെയും ഫിലിം അവാർഡാണ് ആകെ നടക്കുന്നത്. ബാക്കിയെല്ലാം കെട്ടടങ്ങിയ അവസ്ഥയിലാണ്. കാരണം പല കാരണങ്ങൾ അതിനുണ്ട്. കാരണം ഇതിൻ്റെ സാമ്പത്തിക ചെലവ്, സ്പോൺസർമാരുടെ അഭാവം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഫിലിം അവാർഡുകളുടെ കാലഘട്ടം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് വൺ ടു ടോക്സ് വീണ്ടും ഒരു സിനിമ അവാർഡെന്ന ചിന്ത വരുന്നത്. അപ്പം അതെങ്ങനെ വ്യത്യസ്തമാക്കാം എന്നുള്ള ആലോചനയിൽ ഒരുപക്ഷെ നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ഫോർമുലകളിൽ നിന്ന് മാറിയുള്ള ഒരു സംപ്രേഷണ രീതിയായിരിക്കും നമ്മൾ ഇതിനെ അവലംബിക്കാൻ പോകുന്നത്. നമ്മൾ റീലുകളുടെ കാലത്താണ് ജീവിക്കുന്നത്. അപ്പോൾ റീലുകളിൽ കൂടെ നമുക്ക് ഫിലിം അവാർഡുകൾ എങ്ങനെ അവതരിപ്പിക്കാം എന്ന ചിന്തയാണ് ഇതിൻ്റെ പിന്നിൽ ആദ്യം വന്നത്. അങ്ങനെ അതെല്ലാം ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഇതുവരെ നമുക്ക് കൃത്യമായ ഒരു അവലോകനം നടത്താനും 184 സിനിമകൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയെന്ന് പറയുമ്പോൾ അതിൽ എത്ര സിനിമ നമ്മൾ കണ്ടു എന്ന് ആദ്യം തീരുമാനിക്കും. കാരണം നമ്മളൊക്കെ സിനിമക്കാരാണ്. നമ്മൾ അതിൽ എത്ര സിനിമ കണ്ടു എന്ന് നോക്കിയാൽ ബാക്കി അതിൻ്റെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പോകുമ്പോൾ അതിൽ നിന്നും ഏറ്റവും നല്ല 5 നോമിനേഷനുകളാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. എല്ലാ കാറ്റഗറിയിലും ഏകദേശം 17 അവാർഡുകളാണ് നമ്മൾ നോമിനേറ്റ് ചെയ്യുന്നത്. ആ 17 അവാർഡുകളിൽ 5 അവാർഡ് നോമിനേഷനായിട്ടുള്ള തിരഞ്ഞെടുത്തേക്കുന്ന ജോലി തിരഞ്ഞെടുത്തുള്ളത്. ഏതായാലും അത് വളരെ ഞാൻ കുറേ നോക്കി. കാരണം അതൊന്നും ഒരെണ്ണം പോലും തള്ളിക്കളയാൻ പറ്റാത്ത വിധം ജൂറി തിരഞ്ഞെടുക്കേണ്ടതാണ്
ഏറ്റവും അഭിനന്ദിക്കേണ്ടത് അവരുടെ കഷ്ടപ്പാട്ടെ നമ്മൾ കണ്ടു എന്ന് തന്നെയാണ് നടിക്കുന്നത്. കാരണം അത്രയും അവരതിന് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നതിൽ ഏറെ സന്തോഷം. ഏതായാലും അവാർഡ് നിശ്ചയം നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോൾ ഒരു ഡേറ്റ് പറയാൻ കഴിയാത്തത് എലക്ഷൻ എന്ന് അനൗൺസ് ചെയ്യും എന്നൊരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നത്. ഞാൻ ഇപ്പോഴും ഇവിടെ കപ്പലിൽ കയറുന്നതിന് മുമ്പ് പോലും എന്നാണ് വരാൻ ചാൻസ് എന്ന് പറയുമ്പോൾ ഏപ്രിൽ ആദ്യവാരം അല്ല 2ാം വാരം എന്നാണ് ഇപ്പൊ പറയുന്നത്. മുമ്പ് അങ്ങനെയായിരുന്നില്ല, വിഷു കഴിഞ്ഞിട്ട് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന വിവരം ഏപ്രിൽ 2ാം വാരമായിരിക്കും നമ്മുടെ തെരഞ്ഞെടുപ്പ് വരിക എന്ന് പറയുന്നു. അപ്പൊ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത തരത്തിലും നമ്മളെ ബാധിക്കാത്ത തരത്തിലുമായിരിക്കും ഒരു ഡേറ്റ്. നമ്മൾ മനസ്സിൽ കണ്ടിട്ടുള്ളത് ഏപ്രിൽ 14 വിഷുവിന്റെ തലേ ദിവസം എറണാകുളത്ത് വെച്ച് അത് നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷെ ഔദ്യോഗികമായ ഒരു ഡേറ്റ് ഞാൻ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പിന്റെ തീയതിയെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ കൃത്യമായ ഡേറ്റ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിക്കും. പിന്നെ നമ്മളിൽ കൂടെ കടന്നുപോയ അല്ലെങ്കിൽ നമ്മൾ എന്നും ഓർത്തുകൊണ്ടിരിക്കുന്ന കുറേയേറെ പേര് ഓർക്കാനുള്ളൊരു സന്ദർഭം കൂടി നമ്മൾ ഈ അവാർഡിനോട് ചേർത്തിട്ടുണ്ട്. കാരണം എല്ലാ അവാർഡും ഇപ്പോൾ നമ്മളിൽ നിന്നൊക്കെ വിട്ടുപോയ അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു പെട്ടെന്ന് കാണാനില്ല എന്ന് മനസ്സിൽ കരുതുന്ന കുറേയേറെ പേരിലാണ് നമ്മൾ അവാർഡ്. അത് ഇതിൻ്റെ ഒരു പുതുമയായിട്ട് വയ്ക്കുന്നു. കാരണം എല്ലാ വർഷവും നമ്മൾ അതാത് കാലങ്ങളിൽ സ്മരിക്കേണ്ടവരെ സ്മരിച്ചുകൊണ്ടായിരിക്കും ഇതിൻ്റെ അവാർഡുകളുടെ പേരുകൾ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. എല്ലാ അവാർഡുകൾക്കും ഒരു നടൻ്റെയോ അല്ലെങ്കിൽ മറ്റേ പ്രൊഡ്യൂസറുടെയോ ഒക്കെ പേരിലായിരിക്കും നമ്മൾ അവാർഡുകൾ കൊടുക്കുന്നത്. അത് ഒരുപക്ഷെ ഇപ്പോഴുള്ള അവാർഡുകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിട്ട് അത് ചെയ്യാൻ സാധിക്കും. അവരുടെയൊക്കെ ഫാമിലികളെ നമ്മൾ അവാർഡ് നിശ്ചയിൽ കൊണ്ടുവരാനും ശ്രമം നടത്തും. അതിന് പരമാവധി നമ്മളോടൊപ്പം സിനിമാ സംഘടനകളെല്ലാം ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവരുടെ സഹായത്തോടു കൂടി ഇതിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നവരെല്ലാം അവരുടെ കുടുംബാംഗങ്ങളെയും കൂടി വേദിയിൽ കൊണ്ടുവരും. പിന്നെ നമ്മൾ തീർച്ചയായിട്ടും ഈ അവാർഡ് നിശ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവാർഡ് വാങ്ങാനും അവാർഡ് കൊടുക്കുക എന്നുള്ളൊരു വലിയ ചടങ്ങാണത്. കാരണം മണിക്കൂറുകളോളം നമ്മൾ ചിലർക്ക് ബോറടിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ആ ബോറടി മാറ്റാതെ പെട്ടെന്ന് തീർക്കാവുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഒരു 2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ അവാർഡ് നിശ തീർക്കണം. അല്ലാണ്ട് 6 മണിക്കൂറും 8 മണിക്കൂറുള്ള പതിവ് രീതിയിൽ നിന്ന് മാറി വളരെ ക്രിസ്പായിട്ടുള്ളൊരു അവാർഡ് നിശയായിരിക്കും എന്നും ഞാൻ മുൻകൂട്ടി പറയുകയാണ്. ഏതായാലും എല്ലാ കാര്യങ്ങളും ഒത്തു വന്നിട്ടുണ്ട്. പിന്നെ ഹൈദരാലിയുടെ ഒരു കാര്യം പറയാതെ പോകുന്നത് ശരിയല്ല. ഹൈദരാലി എന്താണെന്ന് ചോദിച്ചാൽ എല്ലാമാണ്. കാരണം ചില ബന്ധങ്ങളൊക്കെ തുടങ്ങുന്നത് എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഹൈദരാലി ഭയങ്കര ഉടക്കായിരുന്നു. കൂടടക്കായിരുന്നു. എന്നെ പറ്റി പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് മാറി 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 അത് നല്ല സൗഹൃദമായി മാറി. ഇപ്പൊ നമ്മുടെ ഒരു ഭാഗമാണ് ഹൈദരാലി. കാരണം അതങ്ങനെയാണ്. ചില വഴക്കുകളിൽ നിന്നാണ് നല്ല ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. എനിക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുള്ളതാണ്. എനിക്കാർക്കും വഴക്കില്ല കേട്ടോ. ഞാൻ ആരോടും വഴക്ക് പാലിക്കാത്ത ഒരാളാണ്. കാരണം ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സമയമാണ്. അതിനിടയ്ക്ക് നമ്മൾ വഴക്കൂടാനൊക്കെ പോയിട്ട് എന്ത് നേടാനാണ്? ഒന്നും നേടാനില്ല. അപ്പൊ അതുകൊണ്ട് ഹൈദരാലിയുടെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലായിടത്തും ഉണ്ട്. നമ്മളിപ്പോൾ ഹൈദരാലി എന്ന് വിചാരിക്കുമ്പോൾ ഫോണിൽ ബെല്ലടിക്കാൻ കഴിയില്ല. ഇതെങ്ങനെയാണെന്ന് അറിയില്ല. അത് എനിക്ക് മാത്രമല്ല പലരും അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മലയാള സിനിമയിൽ ഹൈദരാലിയുടേതായ ഒരു സ്പേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനറിയില്ല. പക്ഷെ ആ ഒരു സ്പേസ് നമുക്കൊക്കെ അറിയാം. അതാണ് ഹൈദരാലിയുടെ വിജയം. അത് തന്നെയാണ് 1-2 ടോക്സിന്റെ വിജയവും. കാരണം 1-2 ടോക്സിന്റെ ഉത്ഭവം മുതൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മാറ്റം മുതൽ ഒക്കെ എനിക്ക് അറിയാവുന്ന ഒരാളാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരു സ്ഥാനം മലയാള സിനിമയിൽ നേടിയെടുക്കാൻ ഈ 1-2 ടോക്സും ഹൈദരാലിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള നല്ല വാക്കുകളോടെ, നല്ല വാക്കുകൾ കേൾക്കാനും നല്ല വാക്കുകൾ പറയാനും നല്ല വാക്കുകൾ മനസ്സിൽ നിന്ന് തുറന്നു പറയാനും ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ചേട്ടാ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ എപ്പോഴും ഒരു പുതുമ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഹൈദരാലി. അത് ഈ ഒരു അവാർഡ് ഫംഗ്ഷനിലേക്കും കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പുതിയ കാറ്റഗറികൾ നമ്മൾ എപ്പോഴും ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ പേരുകളിൽ നൽകാനായിട്ട് പോകുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ആൻഡ് ആ ഒരു കഴിവിന് മുൻപിൽ ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ആദ്യമേ നന്ദി അറിയിച്ചുകൊണ്ട് ഇനി കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ബാബുരാജനെ ക്ഷണിക്കുകയാണ്.
പറഞ്ഞ പോലെ തന്നെ ഈ ആടുന്ന ഈ കപ്പലിൽ വളരെ രസകരമായ ഒരു ഒത്തുകൂടൽ. അതിലിപ്പോൾ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നിന്നാൽ ആടിയാലും ആർക്കും സംശയം ഉണ്ടാവില്ല. അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അത് തന്നെയാണ്. എന്തായാലും ഈ പരിചിതമായ മുഖങ്ങളിൽ ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് വരാനുള്ള ഒരു കാര്യം തുടങ്ങുന്നത് തന്നെ ഞാനൊരു ദിവസം ഈ ഞാനും എതിരാളിയായിട്ടുള്ള ഈ തല്ലുപിടുത്തങ്ങളുടെ ഇടയിൽ ഈ എതിരാളിക്കുള്ളൊരു വലിയ കാര്യം, വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അതിനുവേണ്ടി 100% സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഈ കൂട്ടത്തില് ബാബുവിന്റെ കാര്യം പറഞ്ഞ പോലെ ബാബു ഇവരും തമ്മിൽ ഭയങ്കര ഉടക്കായിരുന്നു. ആ ഉടക്ക് ബാബുവിനറിയില്ല, അത് തീർത്തത് ഞാനാണ്. ഞാനൊരു ദിവസം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഡയറക്റ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഇടവേള ബാബുവാണ്. ഞാനാ പറഞ്ഞത്, ചോദിച്ചു നോക്ക്. അപ്പോ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ പറഞ്ഞ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഷോ ഡയറക്റ്റ് ചെയ്ത ഒരാളാണ്. അപ്പോൾ അതിനുവേണ്ടി സിൻസിയറായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അമ്മയുടെ പല കാര്യങ്ങളിലും ഞാനും ബാബുവും ഈ പറയുന്ന പോലെ ഞങ്ങൾ പകല് എത്രയോ പ്രാവശ്യം തല്ലി പിടിച്ചെങ്കിലും ഞങ്ങളൊരു കാര്യം പ്രാക്ടിക്കലാക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നടത്തിയെടുക്കുന്ന വാശിയുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ ഒരു ആശയത്തിലേക്ക് വരാനുള്ള കാരണം നമുക്കറിയാം, പണ്ടെല്ലാം ഇതിപ്പോ അഭിപ്രായ വോട്ടെടുപ്പിലൂടെയുള്ള ഒരു അവാർഡാണ്. നമുക്കറിയാം, കുറച്ച് പഴയ ചിന്തിച്ചു കഴിഞ്ഞാൽ നാനയാണ് ഇങ്ങനെ ഒരു അവാർഡ് പണ്ട് ഉണ്ടാക്കിയിരുന്നത്, അഭിപ്രായ സർവേ എന്നൊക്കെ പറഞ്ഞു. അന്ന് ആ സമയത്ത് ഞാൻ 10 നാന മേടിച്ചിട്ട് എൻ്റെ തന്നെ പേര് ടിക്ക് ചെയ്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആ കാലഘട്ടത്തിൽ. പക്ഷെ അതിൽ കൂടെ പോയില്ല, കാരണം ഒന്നല്ല മറ്റേ. അപ്പൊ ഇങ്ങനൊരു കാര്യമായിട്ട് ഇദ്ദേഹം വന്നപ്പോൾ ഞാൻ അലിയോട് പറഞ്ഞു, അലി നിങ്ങളത് നല്ലൊരു അവാർഡ് ഫംഗ്ഷൻ വെച്ചു, കാരണം നിങ്ങൾക്ക് ഇത്രയധികം ബന്ധങ്ങളും എല്ലാവരുമായിട്ട് നല്ല കണക്ഷൻസും ഉണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ കൂടുതൽ ഈ സഞ്ചരിക്കുന്ന ഈ കപ്പലിൽ തന്നെ ഇത്രയും പേരെ കയറ്റാൻ പറ്റുമെങ്കിൽ അലി വിചാരിച്ച പലരും നടക്കും. ഇപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂക്കയായാലും ലാലേട്ടനായാലും സുരേഷ് എല്ലാവരോടും നല്ല ബന്ധം കീപ്പ് ചെയ്യുന്ന ആളാണ് അദ്ദേഹം. അപ്പൊ ഞാൻ ഈ ആശയം പറയുകയും അലി അത് സമ്മതിക്കുകയും അതിനുവേണ്ടി ആര് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഇടവേള ബാബുവിന് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് അതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ ഈ സൗഹൃദം ഇങ്ങനെ വലുത് ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഞാനൊരു കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന പൈസയിൽ നിന്നും വലിയൊരു തുക അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കായി മാറ്റി വെക്കണം അലി എന്ന് പറഞ്ഞു. അലി അത് ബാബുവിനോട് പറഞ്ഞ് അത് സമ്മതിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ സിനിമയിലായാലും നാടകത്തിലായാലും പാട്ടുകാരായാലും കലാകാരന്മാരാണോ അവശത എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് പുറത്ത് പറയാൻ സാധിക്കില്ല, കൈ നീട്ടാൻ സാധിക്കില്ല. നമ്മുടെ കൂട്ടത്തിൽ തന്നെ അറിയാലോ, നമ്മുടെ സിനിമ അഭിനയിക്കുന്ന ആൾക്കാർ തന്നെ നമുക്ക് എത്രയോ പേരുണ്ട്, നമ്മളെല്ലാം സഹായിക്കുന്നുണ്ട് അവരെങ്കിലും. നിങ്ങൾ ഇതിൽ നിന്നും വലിയൊരു തുക അതിലേക്ക് മാറ്റി വെക്കണം അലി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിതിലേക്ക് തുടങ്ങുന്നത് ഈ കാര്യങ്ങൾ. അലിയെ സംബന്ധിച്ചിടത്തോളം എവിടെ പോയി പറഞ്ഞാലും അവർ ആ ആശയം ഉൾക്കൊള്ളുകയും അതിനുവേണ്ടി കൈയഴിഞ്ഞ് ഇപ്പൊ LG തന്നെ ആയാലും മൈജി തന്നെ ആയാലും അവർക്ക് തന്നെ ഈ ആശയം ഗംഭീരമായിട്ട് തോന്നി. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് ഇതിനകത്തൊരു മെയിൻ സ്പോൺസറായിട്ട് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ജൂറിയായ തന്നെ ആയാലും നല്ല ജൂറികളെ സംഘടിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഈ ഒരു പരിപാടി, ഈ ഒരു പ്രോഗ്രാം എനിക്ക് 100% ഉറപ്പുണ്ട്, ഇതൊരു വലിയ ഷോ ആയിട്ട് ഏപ്രിലിൽ നടത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെയധികം ഉറപ്പും വിശ്വാസവും ഉണ്ട്. ഇതൊരു എന്ത് പറയുന്ന, പണ്ട് ഈ ഞാനൊരു ഒരു ചാനല്, ഒരു പത്രമാധ്യമത്തിന്റെ പേരെടുത്ത് പറയുന്നില്ല, എനിക്ക് തോന്നുന്നു എനിക്കൊക്കെ അറിയാമായിരിക്കാം. ഇത് നമ്മുടെ കുടുംബസംഗമം നടക്കുന്ന സമയത്ത് നമുക്ക് അന്ന് ആകെ ഉണ്ടായിരുന്ന ഒരു വരുമാനം, കാരണം ആദ്യത്തെ കുടുംബസംഗമം നടക്കുന്നത് ഇന്നത്തെ പോലെയല്ല, വളരെയധികം പ്രശ്നങ്ങളുള്ള അമ്മ പൂട്ടി, അമ്മ ഷട്ടർ ഇട്ടു, അമ്മ ഇല്ല, സംഘടന ഇല്ല എന്നൊക്കെ പറയുന്ന സമയത്താണ് ആദ്യത്തെ കുടുംബസംഗമം നടക്കുന്നത്. പലരും നമ്മളോട് ചോദിച്ചു, സംഘടന ഉണ്ടോ, നമുക്ക് വരുമോ, ലാലേട്ടൻ വരുമോ എന്നൊക്കെ ചോദിച്ച സമയത്ത് നമുക്ക് ആകെ ഉണ്ടായിരുന്നത് ഉറപ്പ് അലിയായിരുന്നു. അന്ന് അലിയോട് നമ്മൾ പറഞ്ഞ അലി അതിനു മുമ്പ് തന്ന പൈസനേക്കാൾ കൂടുതൽ ഉറപ്പ്. അലി പറഞ്ഞേ നിങ്ങളെന്താ ഇങ്ങനെ? ഞാൻ പറയാം അങ്ങനെയല്ല അലി, അത് വേണം. ആ പൈസ കണ്ടിട്ടാണ് നമ്മളന്ന് കുടുംബസംഗമം തുടങ്ങുന്നത്. ആ കുടുംബസംഗമം ഗംഭീരമായി, വലിയ വിജയമായി. അപ്പോൾ അതിന്റെ പുറകിലുള്ള കംപ്ലീറ്റ് ആളുകളും ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും ഈ ബാബുവിനൊക്കെ എന്ന് പറഞ്ഞാൽ ബാബുവിന് അറിയാലോ, വേറെ പെണ്ണും പിടക്കോഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി 24 മണിക്കൂർ ഇതിന്റെ പുറകെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. അപ്പോ ഈ ഒരു പരിപാടിയുടെ വിജയത്തിനുള്ള എല്ലാ ആളുകളെയും സംഘടിപ്പിക്കാനായിട്ട്, അതുപോലെ നവീൻ, ഞാൻ എടുത്തു പറയേണ്ട ഒരാളാണ്. നമ്മുടെ ഈ കഴിഞ്ഞ കുടുംബ സംഗമത്തിനൊക്കെ നവീനും അതുപോലെ തന്നെ അതിന്റെ പുറകെ പ്രവർത്തിച്ച ആൾക്കാരെല്ലാം ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പു ആയാലും എല്ലാവരും ഇതിന്റെ പുറകെ തന്നെ ഉണ്ട്. അപ്പോൾ
ഇതൊരു ഗംഭീര ഷോ ആവട്ടെ, വലിയ വിജയമാവട്ടെ. അതിനുശേഷം ഇതിന്റെ വിജയം ഇതുപോലെ തന്നെ ആടി നമുക്ക് ആഘോഷിക്കാൻ. ഫ്ലൈറ്റിലാണോ? ഓ, അത് പ്രശ്നമായിരിക്കും. ഫ്ലൈറ്റിൽ ഞങ്ങൾ പ്രാവശ്യം പോയത്. അപ്പൊ അങ്ങനെ വിജയിക്കാൻ അങ്ങനെ നമുക്ക് ആഘോഷിക്കാൻ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊരു വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ബബുരാജ് ഏട്ടാ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഒരു വലിയ പ്രതീക്ഷയുടെ തുടക്കം കൂടെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ആരംഭിക്കാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഒരു ജൂറി പാനൽസ് ഇവിടെ ഉണ്ട്. അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഒത്തിരി സ്നേഹത്തോട് കൂടെ തന്നെ ഞാൻ ജിബു ജേക്കബ് അദ്ദേഹത്തിന് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. സോ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. രണ്ടാമത്തെ പ്രാവശ്യമാണ് ജൂറിയിൽ അങ്ങനെ സ്റ്റേറ്റ് അവാർഡിന്റെ ഒരു ചീത്തപ്പേര് അല്ലെങ്കിൽ ആളുകൾ തെറിയ, അതെ, അതിൽ മാറ്റിയെടുക്കണമെന്ന് വിചാരിക്കാലോ. മോശമായിട്ട് ഞാൻ പറഞ്ഞതല്ല. എന്തായാലും കുറെ ആൾക്കാർക്ക് വിഷമങ്ങൾ ഉണ്ടാവുമല്ലോ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു അവാർഡ് നൽകുമ്പോൾ, ഓരോരുത്തർക്ക് അവാർഡ് നൽകുമ്പോൾ. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത് ആദ്യമേ തന്നെ ചിത്രങ്ങളും എല്ലാം തീരുമാനിച്ചു വെച്ചതുകൊണ്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് അത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പിന്നെ വോട്ടിങ്ങിലൂടെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാ ഇതും നന്നായിട്ട് നടക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടൊപ്പം ഹൈദരാലിയുടെ ഈ ഉദ്യമത്തിനും ഞാൻ എല്ലാ ആശംസകളും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഞാൻ റിക്വസ്റ്റ് സോമൻ ചേട്ടാ രണ്ടുപേർക്ക് സംസാരിക്കാനായിട്ട്. എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. എല്ലാവരും പറഞ്ഞ പോലെ ഒരു പെഗ് പോലും തരാതെ നമ്മളെല്ലാവരെയും ആട്ടിച്ച ഹൈദരാലിക്ക് ആദ്യം നന്ദി പറയുകയാണ്. ഈ ബാബുരാജേട്ടനും ബാബുരാട്ടനും എല്ലാവരും പറഞ്ഞു ഹൈദരാലിയോട് എല്ലാവരും സഹകരിക്കുന്നു, നല്ല ടീം ഹൈദരാലിയോടൊപ്പം ഉണ്ടാകുന്നു. അത് ഹൈദരാലിക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്നോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ സഹകരിച്ചില്ലെങ്കിൽ നിനക്കെതിരെ ഞാൻ വാർത്ത ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണോ ബാക്കിയുള്ളവരോട് പറഞ്ഞിരിക്കണമെന്ന് എനിക്കറിയില്ല. എന്തായാലും എല്ലാവരും സഹകരിക്കുന്നു. ഇപ്പൊ ജിബിച്ചേട്ടൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങള് 2025 റിലീസായ സിനിമകളിൽ നിന്നാണ് ഈ നോമിനേഷൻ. ഞങ്ങളുടെ കർത്തവ്യം എന്ന് പറയുന്നത് 2025 റിലീസായ ചിത്രങ്ങളിൽ നിന്നും എല്ലാ കാറ്റഗറിയിലേക്കും 17 കാറ്റഗറിയിലേക്കും 5 സിനിമകൾ വെച്ചിട്ട് നോമിനേറ്റ് ചെയ്യാനാണ് ഞങ്ങളെ ഏൽപ്പിച്ചത്. അതിൽ നിന്നും മികച്ച അവാർഡുകൾ, മികച്ച കലാകാരന്മാരെ തിരഞ്ഞെടുക്കേണ്ടത് ജനങ്ങളാണ്. ഈ 5 കാറ്റഗറിയിൽ തന്നെ ഓരോന്നും സെലക്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ നന്നായിട്ട് ബുദ്ധിമുട്ടി. അത്രയും മികച്ച സിനിമകൾ ഉണ്ടായിരുന്നു ഓരോ വിഭാഗത്തിലും 2025. അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഇവിടെ പറഞ്ഞില്ല, അതുകൊണ്ട് കൂട്ടിച്ചേർക്കുകയാണ്. ഇത് വോട്ടിംഗ് ഇവിടെ തൃശ്ശൂർ സ്കൂൾ കലോത്സവത്തിലാണ് ഇതിന്റെ വോട്ടിംഗ് ആരംഭിച്ചത്. വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ശ്രീ GS വിജയൻ സാറിന്റെ മേൽനോട്ടത്തിലായിരിക്കും, ഡയറക്ടർ GS വിജയൻ സാറിന്റെ മേൽനോട്ടത്തിലായിരിക്കും ഇത് കൗണ്ട് ചെയ്യപ്പെടുന്നത്. ആ കൗണ്ട് ചെയ്യപ്പെട്ടതിന് ശേഷം അവരത് അനൗൺസ് ചെയ്യും. ബാബുട്ടൻ പറഞ്ഞ പോലെ അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ ഈ ഫംഗ്ഷന്റെ ഡേറ്റും അനൗൺസ് ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. താങ്ക് യു വെരി മച്ച്. ഇനി നമ്മൾ ഗസ്റ്റുകൾ എല്ലാവരും താഴേക്ക് ഇങ്ങോട്ടേക്ക് ഇരിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. നമുക്കൊരു വീഡിയോ പ്രസന്റേഷൻ എന്നപ്പം സോജേട്ടൻ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നും അവിടെ റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്നു. ഏകദേശം 3 വലിയ ബോക്സോളം നമുക്ക് ഇതിനകം വോട്ടിംഗ് കഴിഞ്ഞ് ഓഫീസിൽ ഇരിപ്പുണ്ട്. ഞാൻ ഇന്നലെ പോയി അത് കണ്ടുപോകുന്ന ആളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരള റെപ്രസെന്റേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ വെബ്സൈറ്റിൽ കൂടെയും മറ്റ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കൂടെയും നമ്മൾ നേരിട്ടും ഒക്കെ വോട്ടിങ്ങിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വോട്ടിംഗ് രീതി തന്നെ ഒരു കേരളത്തിൽ മുഴുവൻ വ്യാപിക്കുന്ന രീതിയിൽ നമ്മൾ വോട്ടിംഗ് നടത്താനൊക്കെ, കൂടാതെ ഒരു വാഹനം എല്ലാ ജില്ലകളിലും പോയിട്ട് മെയിൻ സ്റ്റേഷനുകളെല്ലാം കവർ ചെയ്ത് വരാനും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു വെറുതെ ഒരു വോട്ടെടുത്ത് ചെയ്യുന്നതല്ല, ശരിക്കും ജനങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെ. കാരണം ഇത് നമുക്കിതിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല, ഇന്നാൾക്ക് കൊടുക്കണമെന്നോ ഇന്നാൾക്ക് കൊടുക്കരുതെന്നോ ഒരു ഇൻട്രസ്റ്റും ഇല്ല. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ തന്നെ ഇതിൻ്റെ വോട്ടിംഗ് നടക്കുന്ന ധൈര്യമായിട്ട് പറയാൻ കഴിയും. ഏതായാലും സ്റ്റാർ ആൻഡ് സക്സസ് അവാർഡ്സ് 2025 ആദ്യ അവാർഡ് നമ്മൾ മികച്ച സിനിമയ്ക്കാണ് കൊടുക്കുന്നത്. മികച്ച സിനിമയുടെ പേര് നമ്മൾ നൽകിയിരിക്കുന്നത്
മലയാള സിനിമയ്ക്ക് ഒരുപാട് ചരിത്രങ്ങൾ സൃഷ്ടിച്ച, അല്ലെങ്കിൽ ഒരു വിപ്ലവം തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു നിർമ്മാതാവിൻ്റെ പേരിലാണ് നമ്മൾ മികച്ച സിനിമയ്ക്ക് അവാർഡ് നൽകുന്നത്. ശ്രീ ബാബു സേഠ് മെമ്മോറിയൽ പുരസ്കാരം എന്നാണ് ഇത് നാമകരണം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ജൂറി തിരഞ്ഞെടുത്ത 5 സിനിമകളുടെ പേരുകൾ പ്രഖ്യാപിക്കാൻ സംവിധായകനും നടനും ഗായകനും ഒക്കെയായ ശ്രീ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നാദർഷയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹത്തോടുകൂടി തന്നെ നാദർഷയുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. ഒരുപാട് സന്തോഷം. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തിയേറ്ററിൽ പോയി കണ്ട സിനിമയുടെ നായകനാണ് ഈ നിൽക്കുന്നത് ഇടവേള. അദ്ദേഹം ഒരു സിനിമയിൽ ഞങ്ങൾ ഗുഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമയിൽ എടാപോട എന്ന് പറഞ്ഞിട്ട് വിളിച്ച് അഭിനയിക്കേണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ബാബുജി സോറി കേട്ടോ, കാരണം ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട് പലപ്പോഴും ആ സിനിമയിൽ വന്ന പല സീൻസ് കണ്ട സമയത്ത് ഓഡിയൻസ് ചിരിച്ചിട്ടും അതിൻ്റെ പല സീൻസ് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചപ്പോൾ കൺഫ്യൂഷൻ അടിച്ച ആ സിനിമ കണ്ടാൽ പലർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു നായകൻ്റെ കൂടെ നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഹൈദരാലി എന്ന് പറയുന്ന പേര് ജീവിതത്തിൽ 2 സ്ഥലങ്ങളിലാണ് എനിക്ക് ഏറ്റവും, കാരണം ഒന്നെൻ്റെ സംഗീതത്തിലെ ഗുരു കലാമണ്ഡലം ഹൈദരാലി മാഷ്. അദ്ദേഹം കഥകളി സംഗീതം എന്നെ അഭ്യസിപ്പിച്ചു. എനിക്ക് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ 1ാം സ്ഥാനം ലഭിച്ചത് ഹൈദരാലി മാഷിൻ്റെ ശിക്ഷണത്തിലുള്ള കഥകളി സംഗീതത്തിനാണ്. പിന്നെ ഒരു സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിരിക്കുന്ന ഹൈദരാലി, അത് മറ്റൊരു ഹൈദരാലി. അപ്പോൾ 2 ഹൈദരാലി ഉണ്ട്. പക്ഷെ അതിനുശേഷം നേരത്തെ ബാബുജി പറഞ്ഞ പോലെ ഈ ഉപദ്രവങ്ങളൊക്കെ മറന്നിട്ട് വീണ്ടും സുഹൃത്തുക്കളായി മാറുന്നു എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകിച്ചൊരു സുഖമുണ്ട്. അങ്ങനെ ശത്രുക്കളായി പിന്നെ മിത്രങ്ങളായി മാറിയ ഹൈദരാലിയുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ 2 പേരുടെ നേതൃത്വത്തിലുള്ള ഈ വണ്ടർ ഡോഗ്സ് സംഘടിപ്പിക്കുന്ന ഈ അവാർഡ് നൈറ്റിൽ ആദ്യത്തെ മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് 1 നോമിനേഷൻസ് തുടരും, ലോക, എക്കോ, രേഖാചിത്രം, പൊന്മാൻ. ബാബു സേഠ് പുരസ്കാരമാണ് മികച്ച സിനിമ. ഒരു സിനിമ ആരാധകൻ എന്ന നിലയിൽ എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണുന്ന ഒരു സാധാ പ്രേക്ഷകൻ എന്ന നിലയിൽ തികച്ചും സത്യസന്ധമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് മികച്ച സിനിമയ്ക്കുള്ളത്. ജൂറി അംഗങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്. അടുത്തത് നമ്മൾ ജനപ്രിയ ചിത്രമാണ്. നമുക്കറിയാം ജനപ്രിയ ചിത്രം എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് നമ്മളെല്ലാവരും അംഗീകരിച്ച ഒരു സിനിമ. അതിന് ആ പുരസ്കാരത്തിന് പേര് നൽകിയിട്ടുള്ളതും അതുപോലെ ഒരു സംവിധായകന്റെ പേരാണ്. ശ്രീ സിദ്ദിഖിന്റെ പേരിലാണ് നമ്മൾ ജനപ്രിയ ചിത്രങ്ങളുടെ അവാർഡ്. കാരണം സിദ്ദിഖുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾ കൂടി ഉണ്ടാവില്ല മലയാള സിനിമയിൽ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ബന്ധം എല്ലാവർക്കും വ്യക്തിപരമായിട്ട് സിദ്ദിഖിനെ പറ്റി പറയാം. സംവിധായകൻ സിദ്ദിഖ്. സ്വാഭാവികമായിട്ടും നമ്മളിത് ആലോചിച്ചപ്പോൾ ഒറ്റ പേര് നമ്മുടെ മുമ്പിൽ വന്നുള്ളൂ, അത് സിദ്ദിഖിന്റെ പേര് തന്നെയാണ്. ഏതായാലും ഒരുപാട് സന്തോഷം. വീണ്ടും എൻ്റെ ഗുരുസ്ഥാനത്തുള്ള ഡയറക്ടർ സിദ്ദിഖിന്റെ പേരിൽ ഉള്ള ജനപ്രിയ ചിത്രത്തിന് 1 ലോക, തുടരും, കളങ്കാവൽ, സർവമായ, ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഗംഭീരം. വൺസ് അഗൈൻ കൺഗ്രാറ്റ്സ്. അടുത്ത് മികച്ച സംവിധായകന്റെ നോമിനേഷനാണ്. മികച്ച സംവിധായകനെ നമ്മൾ നാമകരണം ചെയ്തിട്ടുള്ളത് നമ്മുടെയൊക്കെ ഏറ്റവും നല്ല സുഹൃത്തായ, പെട്ടെന്ന് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ഷാഫിയുടെ പേരിലാണ്. ഷാഫി ഇതുപോലെ എന്ത് വിട്ടുപിരിഞ്ഞു തോന്നുന്നില്ല. ഷാഫി ഇവിടേക്ക് ഉള്ള പോലെ പലപ്പോഴും തോന്നാറുണ്ട്. എന്തായാലും ഷാഫിയുടെ പേരിലാണ് നമ്മൾ മികച്ച സംവിധായകനുള്ള അവാർഡ് നൽകുന്നത്. അത്
നോമിനേഷൻ പ്രഖ്യാപിക്കുന്നതിന് ശ്രീ ബാബുരാജിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബാബുരാജിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നോമിനേഷൻസ് അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് മികച്ച സംവിധായകൻ 5 പേരുടെ. മികച്ച സംവിധായകൻ ഡൊമിനിക് അരുൺ ലോക, രഞ്ജിത്ത് അയ്യത്താൻ എക്കോ, ജോഫിൻ പി ചാക്കോ രേഖാചിത്രം, തരുൺ മൂർത്തി തുടരും, അഖിൽ സത്യൻ സർവമായ. നമ്മൾ 2025 ഡിസംബർ 31 വരെയുള്ള റിലീസ് ചെയ്ത പടങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ആട്ടം പ്രശ്നമായി തുടങ്ങി കാണാം ഇത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അടുത്തത് മികച്ച നടന്റെ പേരിലാണ്. അതും ബാബുരാജ് തന്നെയാണ് പ്രഖ്യാപിക്കുന്നത്. മികച്ച നടന്റെ അവാർഡിനുള്ള പേര് നൽകിയിട്ടുള്ളത് ശ്രീനിയുടെ പേരാണ്. ശ്രീനിവാസിന്റെ പേരിലാണ് മികച്ച നടനുള്ള അവാർഡ് പ്രഖ്യാപിക്കുന്നത്. അതും 5 നോമിനേഷനും ഇപ്പോൾ വായിക്കും. മികച്ച നടൻ ലാലേട്ടൻ, മമ്മൂക്ക. ലാലേട്ടൻ തുടരും, മമ്മൂക്ക കളങ്കാവൽ, ആസിഫ് അലി രേഖാചിത്രം സർക്കിട്ട്, ബേസിൽ ജോസഫ് പൊന്മാൻ, ചാക്കോച്ചൻ ഓഫീസർ ഓൺ ഡ്യൂട്ടി. അപ്പോൾ ചാക്കോച്ചന്റെ പേരിലൂടെ തിരുത്തുന്നതാണ്, ടെലികാസ്റ്റിൽ തിരുത്തുന്നതാണ്. ഓക്കെ. മികച്ച നടി നമ്മൾ പേര് നൽകിയിട്ടുള്ളത് നമ്മുടെ KPSC ലളിത ചേച്ചിയുടെ പേരിലാണ്. അടിപൊളി. ലളിത ചേച്ചി ഇല്ലാതെ മലയാള സിനിമയെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ. ലളിത ചേച്ചിയെ തന്നെയാണ് നമ്മൾ സ്മരിക്കുന്നത്. മികച്ച നടി 5 പേരുടെ പേരുകൾ ഇപ്പോൾ കാണിക്കും. മികച്ച നടി ലിജോ മോൾ പൊന്മാൻ, അനശ്വര രാമൻ രേഖാചിത്രം, കല്യാണി പ്രിയദർശൻ ലോക, റിയ ഷിബു സർവമായ, ഷംല ഹംസ ഫെമിനിച്ചി ഫാത്തിമ. താങ്ക് യു. താങ്ക് യു ബാബുരാജേട്ട. അടുത്ത കാറ്റഗറിയിലേക്ക് പോകുന്നതിന് നവാസിന്റെ പേരിലാണ്. കലാഭവൻ നവാസിന്റെ പേരിലാണ് സ്വഭാവം നല്ലതാണ്. ഈ നോമിനേഷൻ പ്രഖ്യാപിക്കുന്നതിന് എൻ്റെ ഏറ്റവും നല്ല മിത്രം, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഏറ്റവും നല്ല ഒരു ബോണ്ടുള്ള ആളാണ് ടിനി ടോമിയാണ്. സ്നേഹത്തോടു കൂടി തന്നെ ഡിൻചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇത് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കും ഇമോഷണൽ ആണ് ഇത് ശരിക്കും. കാരണം പറഞ്ഞാൽ ഒന്ന്, ഞാൻ നിൽക്കുന്ന പ്രസന്റ് ഈ ബോട്ട് അല്ലെങ്കിൽ ഈ ഷിപ്പ്, ഞാൻ പറയുന്നത് ഇതൊരു ടൈറ്റാനിക് ആണ്. കാരണം ഇത് ഒരു പറമ്പിൽ പണി തുടങ്ങുന്നത് മുതൽ, അതായത് ഒരു സ്റ്റീൽ വെച്ചിട്ട് ഇതിന്റെ ഫസ്റ്റ് ഫ്രെയിം ഉണ്ടാക്കുന്നതിൽ മുതൽ ഞങ്ങളുടെ സ്വപ്നമായിരുന്നത് തൊട്ടടുത്തുള്ള തുരുത്തിൽ. അന്ന് നിഷി എന്നെ കെട്ടിപ്പിടിച്ചും ഫോണിൽ കരഞ്ഞിട്ടുണ്ട്. അത്രയും പല ആൾക്കാരും ഉപദ്രവിച്ചിട്ടുണ്ട് ഇത് സംഭവിക്കാതിരിക്കാൻ. ഇതിന്റെ ഉദ്ഘാടന ദിവസം കേന്ദ്രമന്ത്രിയാണ്. ഞാൻ സുരേഷ് ഗോപി ചേട്ടൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ടുള്ളത് പല ആവശ്യത്തിനും. കേന്ദ്രമന്ത്രി ചെയ്യുന്ന സമയത്ത് പോലും ഇത് മുടക്കാൻ വേണ്ടി പലരും വന്നിട്ടുണ്ട്. ഞാൻ ഇത് സംസാരിക്കുന്ന മറ്റൊന്നുമല്ല. പിന്നെ എൻ്റെ വിളിച്ച ഈ ബാബു ചേട്ടനാണ് അമ്മ എന്ന് പറയുന്ന എൻ്റെ സ്വപ്ന സംഘടനയായിരുന്നു. 10 വർഷമായി ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് നിൽക്കുകയാണ്. ആദ്യമായിട്ട് ഇലക്ഷനും നിർത്തി. ഇപ്പോഴും ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്ത പേരൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതിരാരി എന്നെ കുറിച്ചൊരു ചീത്തപ്പേര് ഉണ്ടാക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഒരു ബാഡ് മാർക്ക് നിങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ ഒരു വാക്ക് പോലും എന്നെ കുറിച്ച് പറഞ്ഞിട്ടുമില്ല. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് പറയിപ്പിച്ചിട്ടുണ്ട്. ഇനി ബാബുരാജ് എന്ന് പറയുന്നത്, ബാബുരാജേട്ടൻ ഞങ്ങളൊരു ഇടവകയാണ്, ഒരു കോളേജാണ്, എൻ്റെ സീനിയറാണ്. അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ എനിക്ക് നട്ടലുണ്ടാക്കി തന്ന ഒരാളാണ്. അപ്പോൾ ഇവരൊക്കെ വിളിച്ചാൽ ആ വിളിപ്പുറത്ത് ഞാനുണ്ടാവും. കാരണം എന്നെ ഞാനാക്കിയ ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. ഇനി നാദർഷ എന്ന് പറയുന്ന ഒരാൾ കാരണമാണ് ഞാൻ നിൽക്കുന്നത്. മിനി സ്ക്രീൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ഒന്നുമല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ കാറിൽ എന്നെ കൊണ്ടുപോയിട്ട് ഏഷ്യാനെറ്റിന്റെ ഫ്രെയിമിൽ കൊണ്ടുപോയി. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ അത്ര ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരോട് ഇരിക്കുമ്പോൾ, കാരണം ശരിക്കും ഞാൻ അമ്മയിലെ മരണസഹായ സമിതിയിലാണ് വർക്ക് ചെയ്യുന്നത്. 10 വർഷമായി.
ഇവിടെ സോഹൻ സീനുലാൽ ഉണ്ടായിരുന്നു. ഏതൊരു മരണം നടക്കുമ്പോഴും ആദ്യം എത്തുന്ന മുഖം, നമുക്ക് കല്യാണം ആർഭാടം ഫിലിം അവാർഡ്സിനൊക്കെ എല്ലാവരും മുന്നിലുണ്ടാവും, പെട്ടെന്നായിരിക്കും അറിയുന്നത്. പക്ഷെ ആ സമയത്ത് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ള ഫെഫ്കയുടെ നെടുന്തൂണായിട്ടുള്ള ഒരാളാണ് സോഹൻ സീനുലാൽ. ഇവിടെ ഉണ്ടോന്ന് അറിയില്ല, അദ്ദേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും. കാരണം 10 വർഷം കൊണ്ട് ഒരുപാട് മരണങ്ങൾ ഞാൻ കണ്ടു മലയാള സിനിമയിൽ. ശരിക്കറിയാം, APS ചേത്തിയുടെ മരണയാത്രയിൽ ബാബു ചേട്ടനും പ്രിയങ്കയും തലേ ദിവസം ബാബുരാജും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യസമമായിട്ട് പറയുകയാണെങ്കിൽ ആ യാത്രയിലെല്ലാം ഒരു നെടുന്തൂണായിട്ട് എല്ലാം വെള്ളത്തിന് വരെ ഒരു ക്ഷാമം ബുദ്ധിമുട്ടുണ്ടാക്കാത്തുള്ള ഒരാളാണ് സോഹൻ സീനുലാൽ. അദ്ദേഹത്തിന് ഞാൻ ഈ കഴിഞ്ഞ ശ്രീനേട്ടം മരിച്ചപ്പോഴും ധൈര്യം സോഹൻ സീനുലാൽ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ടൊരു പുരസ്കാരം കിട്ടുന്നത് വെള്ളിമൂങ്ങ എന്ന് പറയുന്ന ഒരു സിനിമയിലാണ്. ഏഷ്യാനെറ്റിന്റെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് അത് കിട്ടാൻ, അത് ഞങ്ങൾ ഒരുമിച്ചുണ്ടാക്കിയ സിനിമയാണ്. അതിന്റെ സംവിധായകൻ ജിബു ജേക്കബ് ഉണ്ട്. അപ്പോൾ എല്ലാം എൻ്റെ ജീവിതത്തിൽ വളരെയധികം കണക്ക് ഒരു മൈൽ സ്റ്റോൺസ് ആണ്. മൈൽ സ്റ്റോൺസ് ചാനലല്ല ഞാൻ ഉദ്ദേശിച്ചത്, എൻ്റെ ജീവിതത്തിലെ നാഴികക്കല്ലുകളാണ്. അവരുടെ ഇടയിൽ നിന്നും എനിക്ക് ഈ ഒരു ഭയങ്കര ഇമോഷണലാണ്. നമ്മൾ എല്ലാവരും ഇവിടം വരെ എത്തിയല്ലോ, ഒന്നുമില്ലായ്മയിൽ നിന്നും വന്നിട്ടുള്ളവര് അവരൊന്നിക്കുന്നു. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. എന്തായാലും നവാസിന്റെ പേരിലായതുകൊണ്ട് നവാസിനെ എനിക്ക് അവസാനമായിട്ട് എനിക്ക് കാണാൻ സാധിച്ചത്, ഞങ്ങൾ ഒരുമിച്ച് ഇതുപോലെ സ്റ്റേജിൽ ഒരുപാട് വിദേശ യാത്രകളെന്ന് ആദർശിക്കുകയും ഞാനും നവാസൊക്കെ കൂടി ഒരുമിച്ച് ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുള്ളതാണ്. ആ നവാസിന്റെ പേരിൽ ഒരു അവാർഡ് തെരഞ്ഞെടുത്തതിന് ജൂറി അംഗങ്ങൾക്ക് ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. ഞങ്ങളിലുള്ളവരെ കൂടി അംഗീകരിച്ചതിന് ജൂറിക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാനൊരു കാര്യം കൂടി പറയുമ്പോൾ, കുടുംബസംഗമം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ബാബുചേട്ടൻ പറഞ്ഞ പോലെ ചെടിയിൽ കൊണ്ടുപോയൊരു കപ്പലിനെ പൊക്കിയെടുത്തിട്ടുള്ളതാണ് ഹൈദരാലി. ആർക്കും ഒരു സ്പോൺസർഷിപ്പ് പോലും വരാത്ത സമയത്ത് രണ്ടും കൽപ്പിച്ച് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞത് തന്ന കാശാണ്. ഇപ്പൊ രണ്ടാമത് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ് കൈലാഷും ഞാനൊക്കെ അവിടെ. അപ്പൊ അതിന്റെ സംവിധായകരാണ്. അമ്മ കുടുംബസംഗമത്തിൽ ഏറ്റവും അഭിമാനിക്കുന്ന മറ്റൊന്നല്ല, ഞാൻ ഓൺലൈൻ ചാനലുകളുള്ളതെന്നിട്ട് പറയാണ്. എന്തായാലും നിങ്ങൾ നേരിട്ട് വിളിക്കും. സുരേഷ് ഏട്ടന് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയിരിക്കുന്ന സമയവും, അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടന് ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടിയിരിക്കുന്ന സമയവും, അതുപോലെ തന്നെ മമ്മൂക്കയ്ക്ക് പത്മഭൂഷണം കിട്ടി. ഇതുപോലെ ഒരു സമയം ഇനി 10 വർഷം കഴിഞ്ഞാലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ആ ഒരു കുടുംബസംഗമത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതാണ് കൈലാഷ് ഞാനുള്ളത്. ആ തിരക്കിനിടയ്ക്ക് ഓടി വന്നത് ഹൈദരാലിയോടുള്ള കമ്മിറ്റ്മെന്റ് തന്നെയാണ്. കാരണം ഈ കുടുംബസംഗമം ഉണ്ടായത് ഇദ്ദേഹം കാരണം തന്നെയാണ്. എനിക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കും. അല്ലെങ്കിൽ ബാബുചേട്ടൻ അറിയാതെ നടക്കില്ലായിരുന്നു. 10 വയസ്സില്ലാതെ അവിടെ നിന്ന് കൊളുത്തിയ തീയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഫുൾ ടൈം എത്ര നേരം വേണമെങ്കിലും ഇദ്ദേഹത്തിനോടൊപ്പം. കാരണം ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, സത്യം സത്യമായിട്ട് തന്നെ വരുള്ളൂ. അപ്പോൾ എന്നെ കൈപിടിച്ച് അമ്മയിൽ കൊണ്ടുവന്ന ബാബുചേട്ടൻ്റെ 1000 നന്ദി ഇപ്പോഴും നന്നായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ ഓൺലൈൻ കാര്യം നിങ്ങൾ നേരിട്ട് വിളിക്കും, അമ്മയുടെ പ്രസിഡന്റ് സെക്രട്ടറി. പക്ഷേ ഈ സമയത്ത് ഒന്നുകൂടി ഞാൻ നിങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യം വൈകിട്ട് ലാലേട്ടനെയും മമ്മൂക്കയും ലാലേട്ടനെയൊക്കെ ആദരിക്കുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാവണം. നിങ്ങൾ ക്ഷണിക്കും. എന്നാലും ഞാനും കൈലാഷ് അമ്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എന്ന നിലയിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ പരിപാടിയും മികച്ച സ്വഭാവം വീഡിയോ സൗബിൻ ഷാഹിർ പ്രാവിൻകൂട് ഷാപ്പ്, പ്രകാശ് വർമ്മ തുടരും, ചിബിൻ ഗോപിനാഥ്, TS സുറേ, സജിൻ ഗോപു പൊന്മാൻ, ദിലീഷ് മോദൻ റോഡ്. അടുത്തത് മികച്ച സ്വഭാവ നടിയുടെ പേരിലുള്ള അവാർഡാണ്. ആ അവാർഡിന് നമ്മൾ സ്മരിക്കുന്നത് കൽപ്പനയെയാണ്. കൽപ്പനയുടെ പേരിലാണ് മികച്ച സ്വഭാവ നടിയെ നമ്മൾ നൽകുന്നത്. 5 നോമിനേഷനുകൾ പോയി. ഈ ഓൺലൈൻ ചാനലുകൾക്ക് പറഞ്ഞത് ക്ഷമ ചോദിക്കാണ്ട. എല്ലാ മേജർ ചാനൽസും ഉണ്ട്, അവരെ ക്ഷണിക്കുന്നുണ്ടോ? അവർക്ക് ഓൾറെഡി ക്ഷണം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ക്ഷമ ചോദിക്കുന്നത്. എല്ലാവരും ക്ഷണിക്കുന്നു. മികച്ച സ്വഭാവ നടി സെറിൻ ഷിഹാബ് രേഖാചിത്രം ഇത്തിരി നേരം, ചാന്ദിനി പ്രാവിൻകൂട് ഷാപ്പ്, ബിയാന മേമിൻ എക്കോ, ദേവദർശിനി ജയ കുറുപ്പ്, TS സുരേ. താങ്ക് യു ഡെനി. സംഗീത സംവിധായകന്റെ അവാർഡാണ്. നമ്മൾ സ്മരിക്കുന്നത് SP വെങ്കിടേഷിനെയാണ്. ഈ വളരെ അടുത്ത് നമ്മൾ ഇന്ന് വിട്ടുപോയി പിരിഞ്ഞ SP വെങ്കിടേഷിന്റെ പേരിലാണ് മികച്ച സംഗീത സംവിധായകന്റെ അവാർഡ് നൽകുന്നത്. അത് പ്രഖ്യാപിക്കുന്നതിനായി ശ്രീ കൈലാഷിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം.
എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷത്തോടെ ഞാനിവിടെ നിൽക്കുന്നത്. കാരണം പലപ്പോഴും സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിലാണ് ഞാൻ സിനിമയോട് അടുത്ത് നിൽക്കാൻ ആദ്യം ശ്രമിച്ചത്. അപ്പോഴൊക്കെ അർഹിക്കുന്നതിനേക്കാട്ടിൽ കൂടുതൽ സ്പേസ് തന്നിട്ടുള്ള ആൾക്കാരാണ് ഇന്നിവിടെയുള്ള എല്ലാവരും. എനിക്ക് അമ്മയുടെ ഷോസ് നടക്കുന്ന സമയത്ത് ഏറ്റവും വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് എന്നെ വിളിച്ചു തന്നിട്ടുള്ള ആളാണ് ഇടവള ബാബുച്ചേട്ടൻ. പലപ്പോഴും ഷോസിൽ ഞാൻ ഗുരുതുലിനെ കാണുന്നതാണ് ഇടവള ബാബുച്ചേട്ടൻ. അതിനുശേഷം ബാബുരാജേട്ടൻ ഏറ്റവും ഗംഭീരമായി ഒരു പക്ഷേ അമ്മയ്ക്ക് ഏറ്റവും ശക്തി വേണ്ട ഒരു സമയത്ത് അമ്മയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത് അമ്മേനെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആ സമയത്ത് പോലും തീർച്ചയായിട്ടും വലിയ സ്പേസ് ഞങ്ങളെ പോലെ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അമ്മ മെമ്പർ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് വിളിച്ച് അതിനുവേണ്ടി വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നൽകിയിട്ടുള്ള ബാബുരാജ് ചേട്ടനെ ഓർക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവെന്ന് ഞങ്ങൾക്ക് വിളിക്കാം. കാരണം എന്തിനും ആദ്യം ഒരു ബഹളം ഉണ്ടാവും, എന്തിനും ആദ്യം ഒരു അഭിപ്രായം ഉണ്ടാവും. എല്ലാവരുമായിട്ടും കൃത്യമായി ബന്ധം വെച്ച് വരുന്ന ആളാണ്. നാദർശിക്കുണ്ട് എന്നും. ഒരുപക്ഷെ നാദർശിക്കയുടെ കൂടെ സ്റ്റേജിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ സ്റ്റേജിന്റെ സൈഡിലൊക്കെ നമ്മളിങ്ങനെ പോയി നിൽക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ എന്നും ഇങ്ങനെ കൂടെ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു സ്നേഹം നാദർശിക്കയോട് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരുപാട് പേര് ഇവിടെയുണ്ട്. ജിബിച്ചേട്ടനുണ്ട്, അതുപോലെ നമ്മുടെ സോമചേട്ടനുണ്ട്, അങ്ങനെ ഒത്തിരി പേര്. സിനിമയിൽ എപ്പോഴും പറയും നന്ദി പ്രശ്നമാണെന്നാണ് പറയുക, പക്ഷെ നന്ദിയുള്ളവരാണ് സിനിമയിലുള്ളത്. കാരണം എത്ര നന്ദിയോടെയാണ് ഓരോരുത്തരുടെയും പേരുകൾ ഇവിടെ നമ്മൾ ഓർത്തെടുക്കുന്നത് എന്നുള്ളതാണ്. ഇവരൊക്കെ തമ്മിലുള്ള പല വഴക്കും പ്രശ്നങ്ങളും ഒക്കെ കണ്ടിട്ട് ഞാനും ആദ്യമൊക്കെ ഞെട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി ഇത് തീർന്നു, അമ്മ തീർന്നു എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ പിറ്റേ ദിവസം രാവിലെ സിനിമ എന്ന് പറയുന്ന ഒരു സ്നേഹത്തിൽ ഇവരൊക്കെ ഇടപെടുന്നത് കണ്ടിട്ടുള്ളത് ഞങ്ങളെപ്പോലെ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് വലിയൊരു അനുഭവവും പാഠവുമാണ്. സത്യത്തിൽ ഒരു ബാബുരാജ് ചേട്ടനും ഇടവള ചേട്ടനും തമ്മിൽ വഴക്കുണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇന്നിവിടെ യുദ്ധം നടക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഇവരെ വീണ്ടും കാര്യങ്ങളോട് മുമ്പോട്ട് പോകാം. ശരിക്കും അതൊക്കെ ഞങ്ങൾക്ക് വലിയ അനുഭവമാണ്, വലിയ സന്തോഷമാണ്. ഹൈദരാലിയെ കുറിച്ചിട്ട് ഇതുവരെ എന്നെ കുറിച്ചൊന്നും പറയേണ്ടി വന്നിട്ടില്ല, ഇനി വരാതിരിക്കട്ടെ. ഹൈദരാലി ഒരുപാട് പേർക്ക് സുഹൃത്താണ്, ഒരുപാട് പേർക്ക് ശത്രുവാണ്, ഒരുപാട് പേർക്ക് ഒരു എപ്പോഴും കൂടെ നിൽക്കുന്നവരാണ്. പക്ഷെ അതിനൊക്കെ പ്രത്യേക ഹൈദരാലി എന്ന് പറയുന്ന സത്യത്തിൽ ഒരു ബ്രാൻഡാണ്. കാരണം ഹൈദരാലി ഏറ്റെടുക്കുന്ന പ്രൊജക്ടുകൾ, ഹൈദരാലി ഏറ്റെടുക്കുന്ന സിനിമാ പ്രൊമോഷൻസ് എപ്പോഴും മറ്റൊരു തരത്തിലേക്ക് അദ്ദേഹം എടുത്തു വെക്കാറുണ്ട്. സിനിമയ്ക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഏറെ സ്നേഹത്തോടെ നമുക്ക് നമ്മുടെ ഈ പ്രാവശ്യത്തെ കാറ്റഗറീസ് നോക്കാം അല്ലെ. സംഗീത സംവിധാനം ശ്രീ SP വെങ്കടേഷിന്റെ പേരിലാണ്. SP സാറിന്റെ പേരിലുള്ള സംഗീത സംവിധാനത്തിലെ കാറ്റഗറി ജേക്കബ്സ് ബിജോയ്, മുജീബ് മജീദ്, വിപിൻ അശോക്, സായി അഭിങ്കർ, ശ്രീഹരി. സിനിമയുടെ പേര് കൂടി പറഞ്ഞത് നന്നായിരിക്കും. ജെയിംസ് ബിജോയുടെ മിന്നൽ വള എന്ന് പറയുന്നത് നമ്മളൊക്കെ ഏറെ ഇഷ്ടപ്പെട്ടതാണ്. അതുപോലെ കൺമണി പൂവൈ തുടരും പറയുന്ന സിനിമയിലാണ്. അതുപോലെ മുജീബ് മജീദിന്റെ നിലാകായും വെളിച്ചം കളങ്കാവിന്റെ പാട്ടാണ്. വിപിൻ അശോകിന്റെ നമ്മുടെ സാഹസത്തിലെ ഈദുമൂട് എന്ന് പറയുന്ന ഒരുപക്ഷെ ഓണത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന പാട്ടാണ്. സായി അഭിശങ്കറിന്റെ ജാലക്കാരി മൾട്ടി എന്ന് പറയുന്ന സിനിമയിലാണ്. ശ്രീഹരിയുടെ തട്ടത്തിൽ തക്കത്തിൽ അഭിലാഷം എന്ന് പറയുന്ന സിനിമയിലാണ്. താങ്ക് യു. അടുത്തത് ഗാനരചനയാണ്. ഗാനരചനയുടെ അവാർഡിന് നമ്മൾ പേര് നൽകിയതെന്ന് ശ്രീ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പേരാണ്. ഗിരീഷ് എല്ലാവരും സുഹൃത്തായിരുന്നു, അതുപോലെ എല്ലാവരും വിമർശിക്കുന്ന ആളാണ്. കോഴിക്കോട് എന്ന ഗിരീഷിനെ ഇപ്പോഴും ഓർക്കും. എന്തായാലും ഗിരീഷിനെ നമ്മൾ മറന്നിട്ടില്ല. ഗിരീഷിന്റെ പേരിലാണ് ഗാനരചനയ്ക്കുള്ള അവാർഡ്. 5 നോമിനേഷനുകൾ കിട്ടുവായി. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരിയുടെ പേരിൽ കൊടുക്കുന്ന ഗാനരചനയ്ക്ക് മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ കൈതപ്രം മിന്നൽ വള നരിവേട്ട എന്ന സിനിമയിലേതാണ്. വിനായക് ശശികുമാർ നിലാകായും വെളിച്ചം കളങ്കാവലിലെ പാട്ടാണ്. മഞ്ജു മഞ്ജത്തിന്റെ പൂമഴ വീണ സർവമായിട്ടുള്ള പാട്ടാണ്. ബേസിൽ CJ നീയൊരിക്കൽ ഇത്തിരി നേരം എന്ന സിനിമയിലെ ഷറഫും തക്കത്തിൽ അഭിലാഷം എന്ന സിനിമയിലേതാണ്. ഏറ്റവും ഗംഭീരമായ ഒരു നോമിനേഷൻസ് ആണ്. എല്ലാവർക്കും എല്ലാ ആശംസകളും. താങ്ക് യു കൈലാഷേട്ടാ, താങ്ക് യു വെരി മച്ച്. അടുത്തത് നമ്മൾ നൽകുന്നത് ഛായാഗ്രാഹകന്റെ അവാർഡാണ്.
നമുക്ക് ഇത്തവണ ഞങ്ങൾ അത് പെട്ടെന്ന് ആലോചിച്ചപ്പോൾ ആരുടെ പേര് ഒരാളുടെ പേര് ഓർമ്മ വന്നു, ഷാജി എനിക്കരുൾ. ഒരു പക്ഷേ ഓഫ് ബീറ്റ് സിനിമയായാലും മറ്റ് സിനിമ, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളാണ്. ഓഫ് ബീറ്റ് സിനിമയൊന്നുമല്ല, പക്ഷേ അന്നും അത് ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരുന്നു, ഈ സിനിമ എങ്ങനെ ചെയ്യണം, ആ സിനിമ ഓഫ് ബീറ്റ് സിനിമ ചെയ്യുമ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് ധാരണ ഉണ്ടായിരുന്നു. നല്ലൊരു കാര്യദർശിയായിരുന്നു. കാരണം KSFTCയുടെ ഒരുപാട് കാലത്ത് ചെയർമാനൊക്കെ ആയിരുന്നു. ഷാഹിദ് സാറിൻ്റെ പേരിലാണ് നമ്മൾ അവാർഡ് നൽകുന്നത്. ഏതായാലും നോമിനേഷൻ പ്രഖ്യാപിക്കുന്നതിന് നമ്മുടെ സുഹൃത്തായ സുധീറിൻ്റെ പേരിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ശ്രീ സുധീർ അദ്ദേഹത്തെ വേദിയിലേക്ക് നോമിനേഷൻസ് അനൗൺസ് ചെയ്യാൻ വെൽക്കം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവാർഡ് അനൗൺസ് ചെയ്യാനായിട്ട് ഒരു വേദിയിൽ നിൽക്കുന്നത്. അത് ഹൈദരാലിക്ക് ഒത്തിരി നന്ദി. അത് ഏറ്റവും ഛായാഗ്രഹണല്ലേ, ഞാൻ ഏറ്റവും ജീവിതത്തിൽ പേടിച്ചിട്ടുള്ള ഒരു ഛായാഗ്രഹന്മാരാണ്. കാര്യം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഉടനെ ക്യാമറമാനെ നോക്കുമ്പോൾ ഒത്തിരി ക്യാമറമാന്മാരുടെ ഇന്ന് ഒരുപാട് വഴക്കം കേട്ടിട്ടുണ്ട് എനിക്ക് സിനിമയിൽ. അപ്പോൾ ഏതായാലും ഏറ്റവും നല്ല ഛായാഗ്രഹന്റെ അവാർഡ് അനൗൺസ് ചെയ്യാൻ എന്നെ വിളിച്ചതിൽ ഒത്തിരി നന്ദി. ഞാൻ ഈ എന്താ പറയാ, കുറച്ച് നാള് സിനിമയിൽ നിന്ന് തന്നെ മാറി നമുക്ക് ഇപ്പം ദിലീപേട്ടൻ്റെ കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ ദിലീപേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു, സുധീർ ഭായ് നിങ്ങളുടെ കുഴപ്പം എന്താണെന്നറിയോ, നിങ്ങൾ മുമ്പോട്ട് പോവാം, നിങ്ങൾ ഈ പുറകെ നിൽക്കുന്നതാണ് നിങ്ങൾ ഇത്രയും നാളായിട്ടും സിനിമയിൽ സജീവമാകാത്തത്. നിങ്ങൾ മുമ്പോട്ട് പോവാ, നിങ്ങൾക്ക് ഒരുപാട് കഴിവുള്ള നടനായതുകൊണ്ടാണ് നിങ്ങളെ വച്ച് ഞാൻ 10-18 പടത്തോളം നിങ്ങളെ റെക്കമെൻഡ് ചെയ്ത് കൊണ്ടുവന്നതാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് പുറകോട്ട് പോകുന്നത്? അതൊരു പോയിന്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മേല് ഇതോടെ പ്രോഗ്രാം നടക്കുമ്പോൾ കൈലാഷന്റെ കൂടെ ഞാനൊരു പാട്ട് പാടാൻ കൈലാഷന്റെ വിളിച്ച് ഞാൻ ഫാഷൻ ഷോയ്ക്ക് ഉണ്ട്. ടിനിഭായ് പറയുന്ന കേട്ടു ട്രാക്കുളയും ഫാഷൻ ഷോയ്ക്ക് ഇറക്കുന്നു. ഏതായാലും ഞാനിനി പുറകോട്ടില്ല, ഞാൻ ഏതായാലും കുറച്ച് മുന്നോട്ട് വരാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് എല്ലാവരുടെയും ആഗ്രഹത്തോടു കൂടി. ഏതായാലും ഞാൻ ഈ നോമിനേഷൻ ഞാനിന്ന് അനൗൺസ് ചെയ്യാം. ഛായാഗ്രഹന്റെ അവാർഡ് ഷാജി എനിക്കരുളിന്റെ പേരിലാണ് നോമിനേഷൻസ്. ഷാഹുൽ രമേശ്, ബാബുൽ രമേശ് എക്കോ, ഷൈജു ഖാലിദ് പ്രാവൻകൂട് ഷാർപ്പ്, നിമിഷ് രവി ലോക, ഷാജി കുമാർ ഷാജിയുടെ തുടരും, ഷഹനാദ് ജലാൽ ഡയസർ. അടുത്തത് ഒരു അവാർഡ് കൂടി പ്രഖ്യാപിക്കുന്നുണ്ട്. തിരക്കഥാകൃത്തിന്റെ നോമിനേഷൻസ് ആണ്. അതിന് നമ്മൾ നാമകരണം ചെയ്തിരിക്കുന്ന സച്ചിയുടെ പേരിലാണ്. നമ്മുടെയൊക്കെ സുഹൃത്തുക്കളത് സച്ചി മലയാള സിനിമയിൽ സുഹൃത്തല്ലാത്ത ഒരാരുമില്ല. എന്തായാലും സച്ചിയുടെ പേരിലാണ് നമ്മൾ തിരക്കഥാകൃത്തിന്റെ അവാർഡ് നൽകുന്നത്. നോമിനേഷനുകളിലാണ് പ്ലേ ഏറ്റവും നല്ല തിരക്കഥാകൃത്തിന്റെയാണ്. ബാബുൽ രമേശ് എക്കോ, തരുൺ മൂർത്തി, KR സുനിൽ തുടരും, ഡൊമിനിക് അരുൺ ലോക, ജോൺ മന്ത്രിക്കൽ, രാമു സുനിൽ രേഖാചിത്രം, ജിതിൻ കെ ജോസ് ജിഷ്ണു കളങ്കാവൻ. ഇത്രയും പേരാണ്. നല്ലൊരു നോമിനേഷനുകളാണ് ഇതുവരെയൊക്കെ വന്നിട്ടുള്ളത്. താങ്ക് യു സുധീരേട്ട, താങ്ക് യു വെരി മച്ച്. നമ്മൾ നാമകരണം ചെയ്തിട്ടുള്ളത് ഹരിഹരപുത്രനെയാണ്. ഒരു പഴയ സിനിമാ ജനറേഷനിൽ എല്ലാവർക്കും അറിയാം. AVMൽ പോയി കഴിഞ്ഞാൽ ഹരിഹരൻ അവിടെ AVMൽ ഞങ്ങളൊക്കെ സിനിമ തുടങ്ങിയ കാലത്ത് AVMലാണ് എല്ലാവരും, എല്ലാ എഡിറ്റർമാരും വെങ്കടേശ്വരസ്വാമി എല്ലാവരും നേരം ചമ്മുണ്ണിയേട്ടൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അന്ന് ഹരിയേട്ടൻ ഏറ്റവും ചെറുപ്പമുള്ള എഡിറ്ററായിരുന്നു. അതിൻ്റെ നോമിനേഷൻ പ്രഖ്യാപിക്കാനായിട്ട് സമതിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ I would like to സമതക്ക ഒന്ന് വേഗം വേദിയിലേക്ക് എത്തിച്ചേരാൻ റിക്വസ്റ്റ് ചെയ്യാണ്. എന്ത് പറയണമെന്ന് നോക്കില്ല, ഞാൻ അവിടെ
ഒരു ഇതിനെ ചിന്തിക്കുന്നു. സോറി, ഇത്രയും വലിയ ഒരു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ ഇതൊരു പരിപാടിയിൽ നിൽക്കുന്നത്. ഹൈദർജിക്ക് നന്ദി അർപ്പിക്കുന്നു. എനിക്ക് ഇത്രയും വലിയ ഒരു വേദിയിൽ ഇങ്ങനെ ഒരു അവാർഡ് ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്തായാലും നോമിനേഷൻ പ്ലീസ്. മികച്ച എഡിറ്റർ ചമൻ ചാക്കോ, ഷഫീഖ് മുഹമ്മദ്. ചമൻ ചാക്കോ, ലോഗെ ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഷഫീഖ് മുഹമ്മദ്, പഴങ്കൂർ ഷാപ്പ്, ഷബീർ മുഹമ്മദ് രേഖാചിത്രം, നിതിൻ രാജ് പടക്കളം, അഖിലേഷ് എംപുരാൻ. ഇത് നാമകരണം ചെയ്തിട്ടുള്ള ഹരിഹരൻ സാറിന്റെ പേരിലാണ്. അടുത്തത് നമ്മൾ കലാസംവിധാനത്തിനാണ്. കലാസംവിധാനത്തിന്റെ അവാർഡിന് നാമകരണം ചെയ്തിട്ടുള്ളത് സാബു പ്രവതയുടെ പേരിലാണ്. സാബു പ്രവത എറണാകുളത്തുള്ള എല്ലാ സിനിമകാർക്കും അറിയാവുന്ന ഒരാളാണ്. സിനിമയുടെ എല്ലാ ഫംഗ്ഷനുകളിലും സാബു പ്രവതയുടെ ഒരു സാന്നിധ്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ചിരിച്ച മുഖത്തോടുകൂടി സാബു പ്രവതയുടെ മരണം വളരെ ദുഃഖകരമായിരുന്നു. ഒരു ആക്സിഡന്റിലാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് നമ്മൾ കലാസംവിധായകന്റെ അവാർഡ് നൽകുന്ന. നോമിനേഷൻ പ്ലീസ്. ലോക മോഹൻദാസ് എംപുരാൻ, ബാബ നരിവേട്ട, കൃപേഷ് പൊന്മാൻ, ഷാജി നടുവിൽ രേഖാചിത്രം. താങ്ക് യു. താങ്ക് യു. Thank you. And moving to the next. അടുത്തത് ഹാസ്യ നടന്റെ അവാർഡ് പ്രഖ്യാപനമാണ്. അതിന്റെ നാമകരണം ചെയ്തിട്ടുള്ളത് എൻ്റെ ഗുരുനാഥന്റെ പേരിൽ തന്നെയാണ്. ശ്രീ ഇന്നസെന്റെ പേരിലാണ് ഹാസ്യ നടനുള്ള അവാർഡ് നമ്മൾ നൽകുന്ന. അമ്മയുടെ ഏറ്റവും കൂടുതൽ കാലം 18 വർഷം അമ്മയുടെ പ്രസിഡന്റായിരുന്ന ആൾ കൂടിയാണ്. ഏതായാലും അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് പ്രിയങ്കയെ തന്നെ ക്ഷണിക്കാം. അല്ല, നിങ്ങൾ അവിടെ നിൽക്കുന്ന കൗണ്ടർ പ്ലീസ് നമുക്ക് ഇപ്പോൾ തുറക്കരുത്, ക്ലോസ് ചെയ്യണം. നമ്മളൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങളൊന്ന് നമ്മളായിട്ട് നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾ ഉൾപ്പെടെ, നമ്മളെ ഗസ്റ്റുകൾ ഉൾപ്പെടെ നിങ്ങൾ ഇവിടെ ഒന്ന് ഇരിക്കുക. നമ്മൾ ഇനിയും ഒന്ന് പ്രഖ്യാപനം കാണുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയൊരു സ്വപ്ന പദ്ധതി ആണ്. അപ്പൊ നമ്മളോട് അങ്ങനെ നിൽക്കുക എന്നുള്ളത്, നമ്മൾ ഇത് കഴിഞ്ഞിട്ടാണ്. ഒന്ന് സഹകരിക്കുക പ്ലീസ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ഹൈദരലി ഇങ്ങനെ വലിയൊരു ചടങ്ങ് നടത്തുന്നതിൽ നമ്മളെയൊക്കെ വിളിച്ചതിൽ വളരെ സന്തോഷം. അലിയെ എനിക്ക് കുറേ നാൾ മുമ്പ് തന്നെ അറിയാം. ഒരു ചെറിയ എന്തറിയോ, ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ വെള്ളം പോലും കഴിക്കാത്ത ഞാൻ ആദ്യമായിട്ടാണ് അടിക്കാതെ നിന്ന് ആടി നിന്ന് സംസാരിക്കുന്നതൊക്കെ. അങ്ങനെ ഒരു കഴിവും കൂടെ എന്തായാലും അലിക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. ഞാനും അലിയും കൂടെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് ഇതിൽ വരുന്നതിന് മുമ്പ്. അന്ന് തൊട്ടുള്ള ഒരു പരിചയമാണ്, ഒരു കുടുംബ സുഹൃത്ത് തന്നെയാണ്. അപ്പം ഇങ്ങനെ വലിയൊരു ചടങ്ങ് ഇതുപോലെ ഉള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന അലിക്ക് എന്തായാലും എല്ലാ ആശംസകളും നേരുന്നു. അതുപോലെ ഇത് പ്രഖ്യാപിക്കാൻ വേണ്ടി വിളിച്ചതിന് വളരെ സന്തോഷം. ഇതിൻ്റെയൊക്കെ നിർത്തുന്നതായി നമ്മളൊക്കെ ഭാവിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷമായി. ഞാൻ അമ്മയിൽ വന്നത് 30 വർഷമാണ്. ഭാവിച്ചേട്ടൻ ഞങ്ങളൊക്കെ ഒരുമിച്ച് തന്നെ ഇത്രയും വർഷം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാബുരാജും ടിനിയും കൈലാഷും എല്ലാവരും കൂടി ഇപ്പോൾ അമ്മയിലെ നെടുന്നൂടായി തന്നെ നിൽക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും ശക്തമായ മുന്നേറ്റം തന്നെയാണ് അമ്മയെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാവിധ എന്ത് കാര്യങ്ങൾക്കും നമ്മൾ കൂടെ ഉണ്ടാവും. എന്തായാലും ഇതിൻ്റെ ഒരു അനൗൺസ്മെന്റ് നമ്മൾ ചെയ്യാണ്. ഹാസ്യനടൻ, മികച്ച ഹാസ്യനടൻ ഷറഫുദ്ദീൻ പടക്കളം, സുരാജ് കല്യാണമോട് പടക്കളം, സംഗീത് പ്രതാപ് ഹൃദയപൂർവ്വം, ചന്ദു സലീം കുമാർ ലോക, ലാൽ ഓടുകുതിര ചാടുകുതിര. അടുത്ത ഒരു അവാർഡ് കൂടി പ്രിയങ്ക പ്രഖ്യാപിക്കും. ഗായകന്റെ അവാർഡാണ്. ഗായകൻ, ഏറ്റവും മികച്ച ഗായകന് നമ്മൾ നാമകരണം ചെയ്തത് പി ജയചന്ദ്രന്റെ പേരാണ്. നമ്മൾ ഇതിന്റെ ഇരിങ്ങാലക്കുടക്കാരൻ തന്നെയാണ് ജയേട്ടനും, ഇന്നസെന്റേട്ടനും ഇരിങ്ങാലക്കുടക്കാരൻ തന്നെയാണ്. അതൊരു പ്രഖ്യാപിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. എനിക്കും അതുപോലെ തന്നെ വലിയൊരു ഭാഗ്യമാണ് രണ്ടുപേർക്ക് അവാർഡ് പ്രഖ്യാപിക്കുന്നത്. നോമിനേഷൻ. മികച്ച ഗായകൻ സിദ്ധ് ശ്രീറാം, മിന്നൽവള, നരിവേട്ട, MG ശ്രീകുമാർ, കൺമണി പൂവേ, തുടരും, ശ്രീഹരി K നായർ, തട്ടത്തിലെ അഭിലാഷം, ഗോകുൽ ഗോപകുമാർ, മിനിയോരം, തുടരും,
സായ് അഭ്യശങ്കർ ജാലക്കാരി മന്ത്രി. Thank you very much, Priyanka Shishi. And moving to the next. അടുത്തത് നമ്മൾ ഗായികയുടെ അവാർഡാണ്. ഗായികയുടെ അവാർഡിന് നാമകരണം ചെയ്തിട്ടുള്ളത് വാണി ജയറാമിന്റെ പേരാണ്. ഒരുപാട് നല്ല മലയാള സിനിമയ്ക്ക് ഗാനങ്ങൾ നൽകിയിട്ടുള്ള ആളാണ് വാണി ജയറാം. ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് നോമിനേഷൻ പ്രഖ്യാപിക്കുന്ന ഗീതയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹത്തോടു കൂടെ തന്നെ ഗീത വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഗീതി സംഗീത് ഏറ്റവും സ്നേഹത്തോടു കൂടെ തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ ഏറ്റവും ബഹുമാന്യരായ ഒട്ടേറെ പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. മീഡിയ സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനൊരു വേദിയിൽ ഇവിടെ വരാൻ സാധിച്ചതിൽ സന്തോഷം. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും. നോമിനേഷൻ പ്ലീസ്. മികച്ച ഗായിക വാണി ജയറാമിന്റെ പേരിലാണ്. വാണി ജയറാമിന്റെ പേരിലുള്ള മികച്ച ഗായിക നോമിനേഷൻ വന്നിരിക്കുന്ന KS ചിത്രാമ്മയാണ്. നെഞ്ചിൽ പണ്ടേ എന്ന് പറഞ്ഞ സോങ് ആണ്. ജ്യോതി നൂറാൻ നിലാകായും വെളിച്ചം ശക്തി ശ്രീ ഗോപാലൻ പുതുമഴ വീണ സർവമായുള്ള സോങ് ആണ്. ചിന്മയി ശ്രീപദ ചിരി തൊട്ട് സർവമായുള്ള സോങ് ആണ്. അപ്പോൾ എല്ലാവർക്കും ആശംസിക്കുന്നു. Thank you very much, Giri. And moving to the next. 17ാമത്തെ അവാർഡ് ബാലതാരം തന്നെയാണ്. ബാലതാരത്തിന് നമ്മൾ പേര് നാമകരണം ചെയ്തിട്ടുള്ളത് തരുണി സച്ചദേവ്. തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. വെള്ളി നക്ഷത്രം എന്ന ചിത്രത്തിലെ നായിക കുട്ടിയായിട്ട് അഭിനയിച്ചു. തരുണിയുടെ പേരിലാണ് നമ്മൾ ആ ബാലതാരം ലൈറ്റ് അപകടത്തിലാണ് മരിച്ചത്. അവാർഡ് പ്രഖ്യാപനം നിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മികച്ച ബാലതാരത്തിന് നോമിനേഷൻസ് അനൗൺസ് ചെയ്യാനായി would like to welcome Nia on stage. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും വലിയൊരു വേദിയിൽ ഇത്രയും പ്രഗത്ഭരായ വ്യക്തികൾക്കൊപ്പം ഈ ഒരു വേദി പങ്കിടാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ ഹൈദരാലിക്ക് ഒരു പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. എൻവെൽ ബാബുച്ചേട്ടനാണെങ്കിലും എൻ്റെ ഈ ഒരു എന്താ പറയുക ഈ ഒരു മേഖലയുടെ തുടക്കം മുതൽ ഈ നിമിഷം വരെയും ഓരോ പരിപാടിയുടെയും ഭാഗമായിട്ട് എത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ടി ചേട്ടൻ ഞങ്ങൾ കഴിഞ്ഞിടയ്ക്ക് 916 എന്നൊരു സിനിമ 916 കുഞ്ഞുട്ട് എന്നൊരു സിനിമ ചെയ്തിരുന്നു. അതുപോലെ നാദർശേഖർ സോഹൻ ചേട്ടൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നത് എല്ലാവരുടെയും ഒപ്പം ഇങ്ങനെ ഒരു വേദി പങ്കിടാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു അവാർഡിൻ്റെ നോമിനി പ്രഖ്യാപനം എന്നെ സംബന്ധിച്ചിട്ട് ലൈഫിൽ ആദ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് സന്തോഷം. മികച്ച ബാലതാരം തരുണിയുടെ പേരിലാണ് ദുർഗ സി വിനോദ് നീലി ലോക എന്ന ചിത്രത്തില്. പിന്നെ ഓർ ഹർ ഇസിൻ ഹാഷ് ഐഡന്റിറ്റി. വെരി ബെസ്റ്റ്. Thank you Nia. Thank you very much. എല്ലാവരോടും ഒരു അപേക്ഷയുണ്ട്. നോമിനേഷന്റെ ഫോറം വാങ്ങിച്ച് എല്ലാവരും പൂരിപ്പിച്ച് നിങ്ങളുടെ വോട്ടുകൾ ഇവിടെ വെച്ച് രേഖപ്പെടുത്തണം. അതും ഏറെ സന്തോഷമാണ്. ബാക്കിയുള്ള പരിപാടികൾ നമ്മൾ ഒരു രണ്ട് കാര്യം കൂടെ എൻ്റെ പ്രിയപ്പെട്ട മീഡിയ സുഹൃത്തുക്കൾ എല്ലാവരും ഒന്ന് നമുക്കിവിടെ ഒരു ആദരവ് കൊടുക്കാനുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ കൊടുക്കാറുണ്ട്. മീഡിയ സുഹൃത്തുക്കൾ എല്ലാവരും ഒന്ന് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇങ്ങനെ വിളിക്കേണ്ടത് ആദ്യമായിട്ട് എനിക്ക് സംഭവിച്ചാലൊന്നും ഒരു പരിപാടി കേട്ടോ. ഈ ഷിപ്പിൽ വന്നപ്പോൾ ഞാൻ പോകില്ലെന്ന് പറഞ്ഞു. ഇത് ഇവിടുന്ന് ഓട്ടമാണെന്ന് പറയുമ്പോഴാണ് നമുക്ക് സങ്കടം പോലെ. ഇനിമാരെ ഫ്ലൈറ്റിൽ കൊണ്ടായാൽ ഫ്ലൈറ്റിൽ നിന്ന് എടുത്ത് കാണുമെന്ന് എനിക്ക് പേടി. അപ്പൊ നമ്മുടെ നിയാസ് എവിടെ? നീലക്കോയിലെ കണ്ടില്ലല്ലോ. ഞാൻ അവനെ എപ്പോഴും അന്വേഷിച്ച് ചെയ്യും. നിയാസ് എവിടെ? ഓക്കെ, ബാക്കി എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളാണ്. ഒന്ന്, നമ്മൾ ഇതിന്റെ വോട്ടിംഗ് ഇപ്പൊ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിതിന്റെ വോട്ടിംഗ് നമ്മളിപ്പോ തൃശ്ശൂർ കലോത്സവത്തിന് തുടങ്ങി. ഇനി നമ്മളൊരു വാഹനത്തിൽ യാത്ര ആരംഭിക്കുകയാണ്. തിരുവനന്തപുരത്ത് കാസർഗോഡ് വരെയാണ് യാത്ര. എല്ലാ കോളേജുകളും സിറ്റികളും ചേർന്ന് നമ്മൾ പബ്ലിക് വോട്ടിംഗ് ആരംഭിക്കുകയാണ് ഉടൻ തന്നെ. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലും വോട്ടിംഗ് ചെയ്യാനുള്ള ഇതാണ്. അത് 2 ദിവസം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യും. അതിന്റെ ഈ വെബ്സൈറ്റ് ഇനാഗ്രേഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ 2 ജൂറി അംഗങ്ങളെയാണ് ഇവിടെ ക്ഷണിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സ്പോൺസർ ഡാർവിൻ ചേട്ടനെയും നമ്മൾ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. എനിക്കൊരു സന്തോഷം തോന്നുന്നതാണ്.
ഹൈദരാലി ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് വെള്ളം കുടിക്കുന്നുണ്ട. ജീവിതത്തിൽ ഒരുപാട് പത്രസമ്മേളനം നടത്തിയാളല്ല. അപ്പൊ എത്ര വെള്ളം കുടിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി. താങ്ക് യു. ഓക്കെ, അപ്പം നമ്മുടെ ആ വെബ്സൈറ്റിന്റെ നമ്മളൊരു 3 കൗണ്ടിങ് ആണ്. ആ കൗണ്ടിങ്ങിൽ ഇത് നിങ്ങൾ പ്രഖ്യാപിച്ചായിട്ട് നമ്മൾ വയ്ക്കാം. നിങ്ങൾ സൈഡിൽ നിന്നൊന്ന് ഒന്ന് കൗണ്ട് ആരെങ്കിലും പറയുമോ? നല്ലത് ഡാർവിൻ സാറാണ്. ഡാർവിൻ സാർ തെറ്റൂല. Okay, good evening everyone. ഞാൻ ഏറ്റു. So 3, 2, 1. അയ്യോ 1. Okay, now 0. ഇതാണ് ഹോം പേജ്. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ നമ്മൾ 2 ദിവസത്തിനുള്ളിൽ വോട്ടിംഗ് ആരംഭിക്കും. ആ വോട്ടിംഗ് കൃത്യമായിട്ട് ആളുകൾക്ക് കാണാവുന്ന നിലയിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. 1000 വോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വോട്ടുകൾ ഒരാൾക്ക് ലഭിച്ചു എന്ന് കൃത്യമായിട്ട് കാണാവുന്ന എല്ലാ കാറ്റഗറിയിലും നമ്മൾ വോട്ട് ചെയ്യുന്നത്. ഒരു വോട്ട് ഇപ്പോൾ ഒരു കാറ്റഗറിയിൽ ഒരു വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വോട്ട് ചെയ്യാൻ പറ്റില്ല. അത് അടുത്ത കാറ്റഗറിയിലേക്ക് ജമ്പ് ചെയ്ത് പോകുന്ന നിലയിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടായിരിക്കും കേരളത്തിൽ ഒരു ഓൺലൈൻ ചാനൽ ഇത്ര വലിയ ഒരു അവാർഡ് നടത്തുന്ന എന്നൊരു അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ കഴിയും. ഇതൊരു വലിയ സംരംഭമാകുന്ന നിലയിലേക്കാണ് ഈ വോട്ടിംഗ് പാർട്ടിയെ നമ്മൾ കൊണ്ടുവരിക്കുന്നത്. ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു. ഒന്ന് മാനുവലായിട്ട് ചെയ്യാം, അതോടൊപ്പം തന്നെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഒരു ആദരവ് നമ്മൾ നൽകാനുണ്ട്. അതൊന്ന് താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നമുക്കൊരു ആദരവുണ്ട്. വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്ന 3 പേർക്ക് നന്ദി അറിയിക്കുന്ന വേദിയിൽ ആദരവ് ഏറ്റുവാങ്ങുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ 2025 മികച്ച മെഡലിന് അർഹനായ ബഹുമാനായ സബ് ഇൻസ്പെക്ടർ ശ്രീ ഷാജി സാറിനാണ്. ശ്രീ ഷാജി EM അദ്ദേഹത്തിന് വൺസ് ടോക്സിന്റെ ഒരു സ്നേഹാദരവ് ഇവിടെ നൽകുകയാണ്. ഏറ്റവും സ്നേഹത്തോട് പോലെ തന്നെ ക്ഷണിക്കുന്നു. അല്ല, ഇതിനെ കുറിച്ച് ടിനിനെ വിളിക്കാനുണ്ട്. ഷായ് സാർ ഒന്ന് നിൽക്കണം. കാരണം ഷായ് സാറുമായിട്ടുള്ള ഞങ്ങളുടെ അടുപ്പം എൻ്റെ ബന്ധു കൂടിയാണ്. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഷായ് സാറിനെ കാണുന്നത്. എൻ്റെ ബന്ധുവാണെന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നിവിടെ ഉണ്ട് അലി, എൻ്റെ ശിഷ്യനായ ക്യാമറാമാൻ അലിയുണ്ട്. അലിയുടെ ഉമ്മയുടെ അനിയത്തിയുടെ മകനാണ്. അങ്ങനെ ഒത്തിരി ബന്ധം. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഉസ്മാനൊക്കെ ആയിട്ട് കണ്ടപ്പോൾ ഇദ്ദേഹമായിട്ടുള്ള ബന്ധം നമ്മുടെ സിനിമാക്കാർക്ക് എല്ലാവർക്കും ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം മുഖ്യമന്ത്രിയുടെ നിന്നും ഒരു അവാർഡ് വാങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ ആദരിക്കാൻ കഴിഞ്ഞില്ല. എല്ലാ സ്ഥലത്തും ആദരവ് നൽകി. പക്ഷെ നമുക്കൊരു വേദി ഇപ്പോഴാണ് ലഭിച്ചത്. അതുകൊണ്ട് ആദ്യമായിട്ടൊന്ന് ക്ഷമ ചോദിക്കാണ് ഇത്ര വൈകിയത്. ഷായ് സാറെ, എനിക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. നിഷീം വേദിയിലേക്ക് വരണം. ഷാജി സാർ തന്നെ വിളിച്ചോളാം. പക്ഷെ ഞാൻ ഇവരെന്നൊക്കെ വിളിച്ച് ഞങ്ങൾ ഒരുമിച്ച് ആൽബർട്സിൽ പഠിച്ചവരാണ്. ഇപ്പോ മുഖ്യമന്ത്രിയുടെ ഒരു മെഡൽ കിട്ടുകയെന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ല. ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് പറമ്പിൽ ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ള അവർക്ക് പോലീസ് മെഡൽ. സല്യൂട്ട് യു. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അഭിമാനിക്കാവുന്ന ഒരുപാട് പേരുണ്ട്. അതിലൊരാളാണിത്. നിഷി 2 വാക്ക് പറയണം. കാരണം ആൽബർട്സിൽ മുറ്റത്ത് കളിച്ചിട്ടുള്ള എന്താ പറഞ്ഞറിയില്ല. ഷാജി എന്താണ് ഇത്ര കുട്ടപ്പനായിട്ട് വന്നത്? ഈ ബോട്ടില് പോലീസ് എന്തെങ്കിലും പിടിക്കുമ്പോ എനിക്ക് വിളിക്കാൻ പുറത്തൊരാൾ വേണം. അതാണ് ഷാജി. അപ്പൊ ഷാജി ഇതിന്റെ ഉള്ളിൽ എന്താണ് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോഴാണ് ഇത് കാര്യം കിട്ടിയിട്ട്. എന്തായാലും അങ്ങനെ ഒരു ആദരവ് ഇതിന്റെ അകത്ത് ഷാജിക്ക് കൊടുക്കാൻ പറ്റുന്നത് ശരിക്കും ഹൃദയപൂർവ്വം. എനിക്കും എന്നെ ആരെങ്കിലും വിളിക്കുമോ, വിളിക്കാണ്ട് ഞാൻ എങ്ങനെ ഇതിന്റെ അകത്തോട്ട് കയറും? എന്റെ വോട്ടാണോട്ട് കാര്യമില്ലല്ലോ. ഇതൊരു പ്രശ്നം എന്ന് ആഗ്രഹിച്ചിട്ട് ടിനിക്ക് എന്റെ മനസ്സ് നന്നായിട്ട് അറിയാം. ശരിക്കും ഒരു ഭയങ്കര ബന്ധമാണ് ടിനി. അതേപോലെ ഹൈദരാലി ഭായി ഒക്കെ നമ്മുടെ ഷാനുവാണ് എന്നെ പരിചയപ്പെടുത്തുന്ന പൂഞ്ഞിക്കര കുസീഞ്ഞ വെറും ഒരു 30,000 രൂപ ഉണ്ടായിരുന്നപ്പോ പൂട്ടി പോകണം എന്നുള്ള അവസരം വന്നപ്പോ ഒരു ഷാനു വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ഇടപെട്ടിലേക്ക് ഇത് പൂട്ടി പോകില്ല എന്ന് ചോദിച്ചു. ആ റെസ്റ്റോറന്റ് ഞങ്ങൾ 1,50,00,000 രൂപ വരെ ഒരു മാസം കവർ ചെയ്ത് ഇന്ന് ഒരു ഗംഭീര ഒരു കാര്യം കൂടെ പറയാം. ഒരു കാര്യം കൂടെ പറയാം. ഞങ്ങള് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സീ ഫുഡ് റെസ്റ്റോറന്റ് എയർപോർട്ടിൽ ഞങ്ങൾ തുടങ്ങുകയാണ്. 13,000 സ്ക്വയർ ഫീറ്റിന്റെ പൂഞ്ഞിക്കര കുസീഞ്ഞ. എന്തായാലും ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ ടിനി പറഞ്ഞ പോലെ അമ്മക്ക് ചെറിയ ചെറിയ ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ആൾക്കാർക്ക് ഭക്ഷണം കൂടെ കൊടുത്ത് നമ്മുടെ പരിപാടിക്ക് ഒരു ഭക്ഷണം വിളമ്പണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതും ഞങ്ങൾ ആയിട്ടില്ല. ആകുമ്പോൾ പറഞ്ഞോളാം. ഇപ്പൊ ഞങ്ങൾ ആയിട്ടില്ല. ഞങ്ങൾ അതിന്റെ ഇതിലാണ്. ഞങ്ങളുടെ പാർട്ട്ണർ മാഹിനും വിനു എല്ലാം ഇവിടെ ഉണ്ട്. ഷാനു ഒക്കെ ഞങ്ങൾ 4 പാർട്ട്നേഴ്സ് ആണ് പൂഞ്ഞിക്കരെ കുറിച്ച്. ഞാൻ ഒത്തിരി നന്ദി, താങ്ക് യു. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ
ഈ ഷാജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഷാജി എല്ലാ കാര്യത്തിലും ആൽബർട്സിൽ പഠിക്കുമ്പോഴും എല്ലാ ബന്ധങ്ങളും വളരെ നന്നായിട്ട് കീപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ ബാബുരാജ് ഇപ്പൊ എൻ്റെ അടുത്ത് ഇരുന്നുണ്ടായിരുന്നു. ഞങ്ങളിപ്പോ പറഞ്ഞു ആൽബർട്സ് കോളേജിലെ യൂത്ത് കോൺഗ്രസ് ഹൗസിലെ ബാബുരാജ് ഒരു മെമ്പറാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണത്. അത്ര അങ്ങനത്തെ കുറെ കുടുംബാംഗങ്ങളെ പോലെയുള്ള ആൾക്കാരെല്ലാം ഈ വെസലിൽ ഉണ്ടായതിൽ വളരെ സന്തോഷം. ഇതേപോലത്തെ ഒരു പരിപാടി നമുക്ക് ഇതിനകത്ത് നടത്താൻ പറ്റിയതിൽ വളരെ സന്തോഷം. പിന്നെ നാദർഷഭായി ആ സിനിമ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ആ പടം സൂപ്പർ ഹിറ്റ് ആകുമെന്ന്. ഞങ്ങളൊരു വണ്ടിയിൽ ഒന്നിച്ച് യാത്ര ചെയ്തപ്പോൾ പോയത് ഫസ്റ്റ് പടം അമർ അക്ബർ ധോണി, ആ പടത്തിന് സൂപ്പർ ഹിറ്റ് ആകുമെന്ന് പറഞ്ഞു. കാരണം അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണല്ലോ. ഇവരൊക്കെ ഉണ്ടായില്ലെങ്കിൽ ഇത് ഇങ്ങനെ സിനിമ ഇൻഡസ്ട്രി ഉണ്ടാവില്ല. അതേപോലെ ഈ ക്രൂസിന്റെ അകത്ത് അത്ര ഡെഡിക്കേറ്റഡ് ആണ് ഞാൻ. അപ്പൊ എനിക്കും ഇത് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പ് വിശ്വാസമാണ്. വീട്ടിൽ നിന്ന് ഭാര്യ അമ്മയൊക്കെ പ്രാർത്ഥിച്ചാൽ കൂടെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്റെ ഉണ്ടാവും. കൂടുതൽ പോരടിപ്പിക്കുന്നില്ല. അതേപോലെ നമ്മുടെ ഫുഡ് കൗണ്ടർ ഒക്കെ നമ്മൾ 5 മിനിറ്റ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയാവും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് ലാഗായി പോയി, മീൻസ് സമയം വൈകി പോയി. നമ്മൾ അവിടെ നിന്ന് വിടാൻ ഒരു 3/4 മണിക്കൂർ ലേറ്റ് ആയി. അതുകൊണ്ടാണ് ഈ പറ്റിയത് അല്ലേ. എന്തായാലും സമയം വൈകാനുള്ള അതായത് ഇപ്പുറത്ത് നിൽക്കുന്ന കേസുകാരും ഇത് കട്ട SFIക്കാരന് അങ്ങനെ ഒരുമിച്ച് സമരം ചെയ്ത് ഒരുമിച്ച് ജീവിച്ചിട്ടുള്ള ആൾക്കാരാണ്. മനസ്സിലായില്ല, അത് ഒരുമിച്ച് നിൽക്കാൻ വീണ്ടും അവസരം കിട്ടിയിരിക്കുക. ആൽബർട്സിന്റെ മുറ്റത്ത് സമരം ചെയ്ത് കളിച്ചും ഇടിയിട്ടാക്കിയിട്ടും അത് ഒരിക്കലും മറക്കാനാവാത്ത മൊമെന്റ് ആണ്. ഞങ്ങൾ 3 പേരും കൂടി നിൽക്കുന്നത് മറ്റൊന്നുമല്ല. ചേട്ടാ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. എന്തായാലും ഒരു SFIക്കാരൻ ഒരു KSUകാരൻ ഇടവ് പോലെ നിൽക്കുകയാണ്. KSUകാരൻ SFIക്കാരൻ ആയിരുന്നു. എനിവേ ഇനിയിപ്പോ ഒരു വലിയൊരു ഇലക്ഷൻ വരാൻ പോവാണ്. ഒരു വലിയ ഇലക്ഷൻ വരാൻ പോവാണല്ലോ. ഇലക്ഷൻ അല്ല, അയ്യോ ഒന്നും ഞാനൊന്നും പറഞ്ഞു. പക്ഷെ അനൗൺസ് ചെയ്തിട്ടില്ല. സ്റ്റേറ്റില് അനൗൺസ് ചെയ്യാൻ പോകുന്ന ഒരാളാണ്. അതും ഇതിന്റെ ഉള്ളിലൊരു സർപ്രൈസ് ആയിരിക്കും. വൈസ് പ്രസിഡന്റ് ഇവിടെ ഇരിപ്പുണ്ട്, അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷെ എന്റെ ചോദ്യം അതല്ല, LDF or UDF എന്ന് ചോദിച്ചാൽ എന്തായാലും KSU SFI ഇപ്പുറത്തുണ്ടല്ലോ, അതിന്റെ വലിയ ശാഖകളിലേക്ക് പോവാണ്. LDF or UDF ആര് ജയിക്കും? അല്ല, അത് പറയാൻ പറ്റില്ല. അത് ആര് ജയിച്ചാലും ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. ഞങ്ങളുടെ കാര്യമാണ് ഞങ്ങളുടെ അടുത്ത്. നമ്മൾ ഹൈദരാലിക്ക് 3 പാർട്ടിക്കാരുണ്ട്. ഒരുപാട് സന്തോഷം. എല്ലാവരും എല്ലാ പാർട്ടിക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയേക്കുന്നത്. അപ്പൊ എല്ലാ പാർട്ടിക്കാരും നമ്മുടെ പാർട്ടിയാണ്. നമുക്ക് ഷാഹി സാറിനെ ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാവരും ചേർന്നാണ് ആദരിക്കുന്നത്. കൈലാഷ്, നാദർഷാക്ക, സോഹൻ, ജിബു ജേക്കബ് സാർ, എല്ലാവരും തന്നെ പ്ലീസ്. പൊന്നിക്കരയിലെ ഫിനു എന്ന് പറഞ്ഞു, ഡാർവിൻ ചേട്ടൻ എന്ന് പറഞ്ഞു, മാഹി, സുധീരേട്ടൻ, നമ്മളെല്ലാവരും ചേർത്താണ്. അത് ഉസ്മാൻ ഒന്ന് എന്തായാലും പറഞ്ഞു. ഉസ്മാന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഉസ്മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഹി സാർ എന്ന് പറഞ്ഞാൽ ഉസ്മാൻ എല്ലാവരും കൂടെ കൂടിയാണ് ഇത് കൊടുക്കുന്നത് എന്നാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഉസ്മാനും ചേർന്ന് നിൽക്കണം, എല്ലാവരും ചേർന്നത് ഒരു വലിയ നല്ലൊരു ഫോട്ടോ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കാതെ നിൽക്കാം കേട്ടോ. ഷാരി ഓക്കെ ആണെങ്കിൽ പറയണം. താങ്ക് യു ഷാഹി സാർ, ഒത്തിരി സന്തോഷം. ഷാഹി സാറേ ഒരാൾ കൂടിയിട്ടാ, ഞങ്ങൾ ഒരു ബെഞ്ച്മേറ്റ് ആണ്. വിനു നിഷിയുടെ പാർട്ട്ണറാണ്. ഇവനായിരുന്നു ഞാൻ ഏറ്റവും പൊക്കം പറഞ്ഞ ആളായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ്. പക്ഷെ ഞാൻ പൊക്കം വെച്ചു, എനിക്ക് പറയാൻ പറ്റി. നീ എപ്പോഴും അതുപോലെ തന്നെയാണ്. അപ്പൊ വിനു കൂടിയിട്ട് ഞങ്ങളെല്ലാം ബെഞ്ച്മേറ്റ്സ് ആണ്. ഇത്രയും മനോഹരമായ ഒരു ചടങ്ങിൽ ഇങ്ങനെ അവാർഡ് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത് എൻ്റെ ഒരു ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ സംഭവിച്ചൊരു സമയമായിട്ട് ഞാൻ കരുതുന്നു. അതിനോട് വരുന്നപ്പോൾ തന്നെ ഇനി ഇവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ തന്നെ മനസ്സിലൊരു ഞെട്ടലുണ്ടായിരുന്നു. വെറുതെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ചിരി മൊത്തത്തിൽ കേൾക്കായിരുന്നു. ഒരു മൈക്കും കൂടെ കൈ കിട്ടിയ പറയണ്ടല്ല. കുറെ അടിയെല്ലാം കൊണ്ടിട്ടാണ് രാഷ്ട്രീയക്കാരനായി നടന്നിട്ട് ഇപ്പൊ ഈ കലാകാരനായതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. അതല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും KSUവിന്റെ അടികൊണ്ടൊരു യൂത്ത് ഓഫീസറായിട്ട് നടന്നാലിപ്പോ യൂത്ത് വിട്ട് കളിക്കൂല. പിന്നെ എനിക്ക് ഏറ്റവും ബഹുമാനപ്പെട്ട ബാബു സാറിനും നാദർഷ സാറുണ്ട്. ഇവരെല്ലാം കൂടെ നിന്ന് ഒരു അവാർഡ് വാങ്ങാൻ കഴിഞ്ഞത് വളരെ ഒരു സംതൃപ്തിയുള്ള നിമിഷമാണ്. പിന്നെ ഹൈദരലി, ഉസ്മാൻ, ഇവരാണ് ഈ ഒരു അവാർഡിന് ഇവിടെ എൻ്റെ കൂടെ കിട്ടിയ 12 പേരിലും എന്നെ മാത്രം ഇവിടെ ഈ ഒരു അവാർഡ് ക്ഷണിച്ചത് എനിക്ക് ഇവരോടുള്ള അടുപ്പം കൊണ്ട് തന്നെയാണ്. വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. വീഡിയോയിലെല്ലാം എല്ലാവരെയും പൊളിച്ചെടുക്കുന്നത് കണ്ട് ഞാനും ഞെട്ടിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി ഇത് എനിക്കെന്താണ് ഇവിടെ കാര്യമെന്ന് തോന്നി. പക്ഷെ ഇവിടെ പിന്നെയും നിഷിയും
അവരെല്ലാവരും കണ്ടപ്പോൾ ഒരു അംഗമായിട്ട് തന്നെ ഞാൻ തോന്നി. ഈ നിഷിനെ കുറിച്ച് 2 വാക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നിഷി വളർന്നു വന്ന കാലം തൊട്ട് കാണുന്ന ഒരാളാണ് ഞാൻ, പോലീസിലും അല്ലാതെ എല്ലാം. അതെല്ലാവർക്കും പറയുന്ന നിഷിക്ക് യാതൊരു മടിയില്ല. അത്രയും താഴെ നിന്ന് വളരെ മനോഹരമായിട്ട് നിലയിൽ ഇപ്പം എത്തിയിരിക്കുകയാണ്. നിഷിയെ കണ്ടു പഠിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. പിന്നെ ഈ ഒരു 1-2 ടോക്സിന് എനിക്കൊരു അവാർഡ് തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ ബാബുരാജ്, അദ്ദേഹം നമ്മുടെ സീനിയർ ആയിരുന്ന ഹോക്കി പ്ലെയർ ആണ്, ഗോൾ കീപ്പർ ആയിരുന്നു. അദ്ദേഹത്തിന് അറിയുമെന്നറിയില്ല, എന്നിരുന്നാലും അദ്ദേഹത്തിനെ പോലുള്ള വലിയ വലിയ ആൾക്കാരെല്ലാം കൊടുക്കുന്ന ഒരു അവാർഡ് വാങ്ങാൻ സാധിച്ചത് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നന്ദി. താങ്ക് യു വെരി മച്ച്. എന്തായാലും നമ്മുടെ ഔദ്യോഗികമായ ഫംഗ്ഷൻ അവസാനിക്കുകയാണ്.